പുണ്യമായ അനുഗ്രഹീതമായ പേമാരി പോലെ പെയ്തിറങ്ങുന്ന സുന്ദരമായ അവർണ്ണനീയമായ അവാച്യമായ രാവുകളിലും പകലുകളിലും ഈ സമയം വരെ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു. അള്ളാഹു നമ്മിൽ നിന്നും മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്റെ വിഷയം പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 കഴിഞ്ഞാൽ അടുത്ത മഗ്ഫിറത്തിന്റെ 10 ഔസത്തുഹു രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ 10 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെയുള്ള പുണ്യമായ ഒരു 10 നമ്മൾ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പരാമർശം. അള്ളാഹു അനുവദിച്ചു തന്ന ഒരുപാട് ആഘോഷ സന്തോഷ സുദിനങ്ങളും ആത്മീയമായ വേദികളും ആത്മീയമായ യാമങ്ങളും രാവുകളും പകലുകളും ധാരാളമുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു യാമങ്ങളിലോ ഏതെങ്കിലും ഒരു പകലിലോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസത്തിലോ പടച്ചവനെ ഞങ്ങളെ മരിക്കാതെ വലിയ പെരുന്നാൾ വരെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ദുആ ചെയ്യാൻ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആരുടെയും റൂഹിനെ നീ കൊണ്ടുപോകരുത് എന്ന് നമ്മളോട് ദുആരക്കാൻ ഹബീബായ പ്രവാചകർ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല, നമുക്കറിയില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാവിനെയോ ഒരു മാസത്തിനെയോ ഒരു ദിവസത്തിനെയോ ആ രാവ് എത്തുന്നതുവരെ ആ ദിവസം എത്തുന്നതുവരെ പടച്ചവനെ ഞങ്ങളെ മരിപ്പിക്കാതെ ആ ദിവസത്തിലേക്ക് എത്തിച്ചു തരണമെന്ന് ആത്മാർത്ഥമായി ദുആരക്കാൻ പ്രവാചക പുങ്കവർ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാലോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഏതെങ്കിലും ഒരു മാസത്തിനു വേണ്ടി പടച്ചവനെ ഞങ്ങളുടെ ദേഹത്തിൽ നിന്നും ഞങ്ങളുടെ ദേഹിയെ എടുക്കുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ജസദിൽ നിന്നും ഞങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, പടച്ചവനെ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഊരപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മാസത്തിൽ ഞങ്ങളെ എത്തിക്കണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആരക്കാൻ പ്രവാചക പുങ്കവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ പ്രാർത്ഥന മാത്രമാ, അതൊരൊറ്റ വിശുദ്ധമായ റമദാൻ മാത്രമാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. സഹോദരങ്ങളെ, റജബിലും ശഅബാനിലും പടച്ചവനെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ല. അല്ലാഹുവേ, നടന്നു വരുന്ന പുണ്യമായ റമദാൻ ഉണ്ടല്ലോ, ആ വിശുദ്ധമായ റമദാനിൽ പടച്ചവനെ ഞങ്ങൾക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമെന്ന് പറയുമ്പോ റമദാൻ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തലല്ല, റമദാൻ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തലല്ല. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കാലചക്രം കറങ്ങുമ്പോ, നമ്മുടെ ആയുസ് ദീർഘമാകുമ്പോ ആ പുണ്യമായ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേരല. അതിന്റെ അർത്ഥം പടച്ചവനെ, റമദാനാകാതെ ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല, റമദാനിൽ കാലുകുത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകല്ലയല്ല എന്ന് ഏതെങ്കിലും ഒരു മാസത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ദ്വാരക്കാൻ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പരിസരത്തിൽ നീ വിനീതനെ വീക്ഷിക്കുന്ന പെങ്ങളെ, എത്ര വലിയ ഗൗരവമായി പുണ്യമായ പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവേ അതിന്റെ പൂർണ്ണമായ പോരിശ കരഗതമാക്കിയവരിൽ ഞങ്ങളെ പെടുത്തണയല്ല. പടച്ചവനെ, പുണ്യമായ റമദാൻ നാളെ പരലോകത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്വൃത്തരായ സാലിഹീങ്ങളും മുത്തഖീങ്ങളും സന്തോഷത്തിന്റെ തേരിലേറി മുന്നോട്ട് പോകുമ്പോ പടച്ചവനെ, റമദാനിനെ നിന്ദിച്ചതിന്റെ പേരിൽ, അതിനെ അവഗണിച്ചതിന്റെ പേരിൽ ആ റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു വേളയുണ്ട്. അങ്ങനെയുള്ള ഹതഭാഗ്യങ്ങളെ പെടുത്തല്ലയല്ല. റമദാന് പൊരുത്തപ്പെടുന്ന, റമദാൻ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല. സഹോദരങ്ങളെ, ഓരോ സമയവും ഓരോ നിമിഷവും ഓരോ രാവുകളും ഓരോ പകലുകളും നമുക്ക് ഒരുപാട് ആത്മീയമായ സമ്പാദ്യങ്ങൾ കൊയ്തെടുക്കാനുള്ളതാ. അതുകൊണ്ട് ഈ ആത്മീയ സദസ്സ് തന്നെ ഏറ്റവും പോരിശയുള്ള സദസ്സ. ഇതര മാസങ്ങളിൽ നമ്മൾ വിജ്ഞാന വേദിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നതിനൊക്കെ
10 മടങ്ങ് പ്രതിഫലമാ. തുച്ഛമായ സമയം റമദാനിന്റെ ഈ ഒരു രാവിലെ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലെ അൽഹംദുലില്ലാഹ് മഗ്ഫിറത്തിന്റെ 10 കടന്നു പോകുമ്പോ ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ കിട്ടിയ ഭാഗ്യം അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ബന്ധപ്പെട്ട ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു നല്ല വർത്തമാനം കൊണ്ടെങ്കിലും ഇതിനോട് സഹകരിച്ചിട്ടുള്ള ആരെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാ. ആമീൻ. സ്വലാത്ത് റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം ഇതൊക്കെ നിങ്ങളിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങോട്ട് കിട്ടേണ്ട സംഭവങ്ങളാണ്. അല്ലെങ്കിൽ എന്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട് മാറിപ്പോകും. എന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. എന്നാലും എനിക്കൊരു വിഷമമൊന്നുമില്ല. സ്വലാത്ത് ചെല്ലാൻ കുറച്ച് ആവേശത്തോടെ സ്വലാത്ത് ചെല്ലണം. ആമീൻ പറയുമ്പോൾ ആവേശത്തോടെ ആമീൻ പറയണം. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷീണിതരാറിയാം. തറാവീഹൊക്കെ നിസ്കരിച്ച് നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിതരായി തറാവീഹൊക്കെ നിസ്കരിച്ച് വിത്തറൊക്കെ കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി ഈ വിനീതന്റെ സദസ്സിലേക്ക് നിങ്ങൾ ഓടി വന്ന ആളുകളാ. പടച്ചവനിത് പരലോകത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. നമ്മളൊക്കെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ആരാധനകളിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോ ഏതൊരു വിഷയത്തിന്റെ പിന്നിലായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്നത്? പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഇബാദത്ത് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹുമായി ഓടിയെടുക്കാനും പടച്ചവനെ ഞങ്ങൾ മരണപ്പെടുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ആത്മീയ ആവേശത്തോടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ ശരീരം നരകത്തിലേക്ക് ആപതിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. സ്വർഗം കിട്ടുക എന്ന് പറയുമ്പോൾ അതിനെ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ സുഖത്തെക്കാളുപരി, അല്ലെങ്കിൽ അതിനെ ഒരു പക്ഷേ നമുക്ക് സ്വർഗത്തിന്റെ സുഖം കുറഞ്ഞു പോയാലും നരകത്തിന്റെ ഭീകരമായ തീക്ഷ്ണമായ ഭീഭത്സമായ അഗ്നിയുടെ ചൂട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാ. അപ്പൊ രണ്ടിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കാനുള്ളൊരു വിഷയമാ നരകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ സത്യവിശ്വാസികളും വളരെ ആത്മാർത്ഥമായി പടച്ചവനോടടുപ്പത്തോടെ ആ ഭയാനകരമായ ഭീകരമായ കത്തിക്കാടുന്ന നരകാഗ്നിയെ ഭയപ്പെട്ടുകൊണ്ട് കൂടുതൽ സത്യവിശ്വാസികൾ ആത്മാർത്ഥമായ രൂഢമൂലമായ ഈമാനോടെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അപഗ്രഥിക്കാനും ശിഷ്ടപ്രവർത്തനങ്ങളിൽ ഇതിനെ പ്രതിഫലിപ്പിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ. ഈ ഹാളിൽ നിന്ന് ഇത്രയും ആളുകൾ അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് ആത്മാർത്ഥമായി അനുരാഗത്തിന്റെ വജസ്സുകളായി അന്തരാളത്തിൽ അനുരാഗത്തിന്റെ അലമാലകൾ അലയടിക്കുന്ന രൂപത്തിൽ പ്രവാചകനോടുള്ള പ്രണയത്തിന്റെ പ്രതികരണമായി സ്വലാത്തിന്റെ ഈരടികൾ ഇവിടെ നിന്ന് ഉരുവിടുമ്പോൾ ഹബീബായ പ്രവാചകൻ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നമ്മളെ കണ്ട് സന്തോഷിക്കും. നമ്മുടെ സലാത്തും സലാമും ഒക്കെ കേട്ട ഹബീബായ പ്രവാചകൻ സന്തോഷിക്കും. ഈ പുണ്യമായ രാവിലെ ഈ ഹാളിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആത്മാർത്ഥമായിട്ട് സലാത്ത് ചൊല്ലുമ്പോൾ ലോകത്തിൽ എവിടെയൊക്കെ സുഹൃതങ്ങൾ പ്രകാശിച്ച് കാണുന്നുണ്ടോ അതിന്റെ മുഴുവനും പ്രഭവ കേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന ലോകത്തിലെ എല്ലാ സ്വർഗങ്ങളെക്കാളും വലിയ സ്വർഗമേ പുണ്യമായ മദീന. ആ മദീനയെ തഴുകത്തലോടി വരുന്ന മന്ദമാരുതൻ നമ്മുടെ സ്വലാത്തിന്റെ വജസ്സുകളെ പ്രവാചകന്റെ സദസ്സിലേക്ക് എത്തിച്ചുകൊടുക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ സഹോദരങ്ങളെ, കാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ
കൂടുതൽ പ്രവാചകൻ നിരന്നിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്നറിയുവോ? ഇമാം ബുഖാരി തങ്ങൾ പറയുകയാ, സഹോദരങ്ങളെ, ആ പ്രാർത്ഥന നമുക്കൊക്കെ സുപരിചിതമുള്ള പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന അറിയാത്തൊരു വിശ്വാസിയുമില്ല. ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വട്ടം പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ആ പ്രാർത്ഥനയുടെ ഉരുവുകൾ, ആ പ്രാർത്ഥനയുടെ ഈരടികൾ ചൊല്ലാത്ത ഉരുവിടാത്തൊരു വിശ്വാസിയുമില്ല. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാത്ത ഒരാളുമില്ല. സഹോദരങ്ങളെ, ഏതാണ് ആ പ്രാർത്ഥനയെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണമല്ലാ. സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ ഇഷ്ടതോരനായ ഇഷ്ടക്കാരനായ ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിൽ ചെയ്ത പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാ പറയുന്നത് വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല. സമുദായത്തെ നരകത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ പ്രവാചകന്റെ ജീവിതത്തിൽ പടച്ചവനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ കൂടുതലും പ്രവാചകൻ പ്രാർത്ഥിച്ചു പഠിപ്പിച്ചതേതാ? വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല. സഹോദരങ്ങളെ, നരകം പറയുമ്പോ, സഹോദരങ്ങളെ, പെങ്ങളെ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെക്കുറിച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോ, നരകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോ, നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ എപ്പോഴെങ്കിലും ഹൃദയത്തിൽ ആത്മാർത്ഥമായൊരു ഭയപ്പാട് തോന്നിയിട്ടുണ്ടോ? പടച്ചവനെ, കത്തിക്കാളുന്ന നരകമാണല്ലോ. പരലോകത്തിൽ പോലും ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ നരകത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി നരകം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണല്ലോ. അല്ലാ, ഞാനാ നരകത്തിന്റെ ഭക്ഷണമാകുമോ? ഞാനാ നരകത്തിൽ ആപതിച്ചു പോകുമോ? അസഹ്യമായ നരകം, വർണ്ണിക്കാൻ പറ്റാത്ത നരകം, ആ തീജ്വാലകൾ എന്റെ ശരീരം വീണു പോകുമോ? അല്ലാ, ഒരൊറ്റ വേള നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ നയനങ്ങൾ സജലമായിട്ടുണ്ടോ? സജലങ്ങളായിട്ടുണ്ടോ? സന്ധ്യാസമയത്ത് പടച്ചവനോടുള്ള ഇഷ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അരമനയുടെ അകത്തളങ്ങൾ ആത്മീയ നിർവൃതമാക്കേണ്ട പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയലിന്റെ മുമ്പിലിരുന്ന് കരയാൻ നിനക്ക് കണ്ണുനീരുണ്ട് പൊന്നുമോളെ. ഏതെല്ലാം പ്രോഗ്രാം കണ്ട് കരയാൻ നിനക്ക് കണ്ണുനീരുണ്ട്. ജീവിതത്തിൽ ഒരു തവണ അല്ലാഹുവേ, നരകം, നരകം, ഭയാനകമായ നരകം, ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു വേള പെങ്ങളെ നിന്റെ കണ്ണുകളിലെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിട്ടുണ്ടോ? പൊന്നുമോളെ, ഈമാനുണ്ടോ? ചിന്തിക്കാൻ പറയുകയാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കണ്ടോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ? വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എത്ര പറഞ്ഞാലും അതിന്റെ ഭീകരത തീരുകയില്ല. എത്രമേലെ സമുദായത്തിന്റെ മക്കള് നരകത്തിന്റെ തീഷ്ണമായ പരീക്ഷണങ്ങളെയും തീജ്വാലകളെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നരകവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? സയ്യിദുല്ലയ്യാം, ആഴ്ചയുടെ നേതാവ്, ദിവസങ്ങളുടെ നേതാവാകുന്ന യൗമുൽ ജുമഅ ഉണ്ടല്ലോ, ജുമഅ ദിവസമുണ്ടല്ലോ. ആ ജുമഅ ദിവസം എല്ലാവരും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ, മലക്കുകൾ ധാരാളം വന്നണയുമ്പോ, സഹോദരങ്ങളെ, ആ ജുമഅ ദിവസത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികള് ആത്മാർത്ഥമായിട്ട് കടന്നു വരുമ്പോ, ആ പുണ്യമായ ഖുതുബയുണ്ടല്ലോ, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്, 2 റകഅത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബയുണ്ടല്ലോ. ആ ഖുതുബയോദാ മിമ്പറിലേക്ക് കടന്നു പോകുന്ന ഇമാമുണ്ടല്ലോ. ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ലോകത്തിലുള്ള മിമ്പറുകളിൽ ഒരുപാട് ഇമാമിങ്ങൾ ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന ദുആയുണ്ടല്ലോ. ആ ദുആകൾ കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു ദുആ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന 3 തവണ ആവർത്തിച്ച് ലോകത്തിലുള്ള
സർവ മിമ്പറുകളിലും മുടങ്ങുന്നെങ്കിലൊന്ന് ചിന്തിച്ചു നോക്ക്, ഏതാണ് ആ പ്രാർത്ഥനയെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് കൂടുതൽ ദ്വാരുന്നത് വെറുതെയല്ല. മിമ്പറുകളിൽ നിന്ന് ഖതീബുമാർ ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ദുആ 3 തവണ ആവർത്തിച്ച് ദ്വാരക്കുന്നുവോ? ഏതാണ് ആ ദുആ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, പടച്ചവനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, താഴെ നീരിക്കുമ്പോ, ആ നിസ്കാരത്തിന്റെ മുസല്ലയിലിരിക്കുമ്പോ, ഇമാമ് കരന്നുകൊണ്ട് ദ്വാരക്കുമ്പോ, ലോകത്തിലുള്ള സർവ്വവിശ്വാസികളും ദ്വാരക്കുമ്പോ, പൊന്നുമോനെ നീ അപ്പോഴും വാട്സാപ്പില് കളിച്ചുകൊണ്ടിരുന്ന, അപ്പോഴും നീ ഓൺലൈനിൽ സജീവമായി കൊണ്ടിരുന്ന, പള്ളിയിലേക്ക് കടന്നു പോകുമ്പോഴെങ്കിലും നിന്റെ നെറ്റൊന്ന് ഓഫ്ലൈൻ ചെയ്യാന് സന്മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ആയിരക്കണക്കിന് 10,000-കണക്കിന് മലക്കള് അല്ലാഹുവിന്റെ പള്ളിയിലിരുന്നു കൊണ്ട് നിന്നോടൊപ്പം ദ്വാരക്കുമ്പോ, നീ ആ മലക്കളുടെ ശാപത്തിന് പാത്രമാകുന്ന നിലക്ക് ആ പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഒന്നാലോചിച്ച് നോക്ക്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, പടച്ചവനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെയോ? എന്നോടും നിങ്ങളോടും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങള് സഹോദരങ്ങളെ കേവലം എന്റെ മുമ്പിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നവരല്ല, ഏതെല്ലാമോ രാജ്യങ്ങളിൽ നിന്ന് ലൈവായിട്ട് ഈ പ്രോഗ്രാം ശ്രവിക്കുന്നവര് മാത്രമല്ല സഹോദരങ്ങൾ, ഇതിന് ശേഷം ഏതെങ്കിലും സംവിധാനത്തിലൂടെ വിനീതന് എവിടെയെങ്കിലും ഇരുന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ടോ? എല്ലാവരോടും ഞാൻ ചോദിക്കയാ, ആദ്യമായും കൂടുതലായും എന്നോട് ചോദിക്കയാ, ഏതെങ്കിലും ഒരു ജുമായ്ക്ക് ആമീൻ ആമീൻ പറയുമ്പോ, ഇമാമിന്റെ ദുആ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ ദുആ മനസ്സ് പൊട്ടിയിട്ടും ആമീൻ പറയാൻ, അല്ലാഹുവേ അല്ലാഹുവേ ആ നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് ഇമാം ദ്വാരക്കുമ്പോ, ആ ദുആഇന് ഒരൊറ്റ തുള്ളി കണ്ണുനീര് ഇന്ന് വരെ ഒരുപാട് ജുമയിൽ പങ്കെടുത്തിട്ടുള്ള ചെറുപ്പക്കാരാ, ഒരു തുള്ളി കണ്ണുനീര് നീ വീഴ്ത്തിയിട്ടുണ്ടോ? 3 തവണ ആവർത്തിച്ച് ഇമാം ദ്വാരക്കുമ്പോ പോര സഹോദരങ്ങളെ, അല്ലാഹുമ്മ ലാ തസ്ബി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. സഹോദരങ്ങളെ ചിന്തിക്കണേ, നരകത്തിലിട്ട് ഞങ്ങളെ ചുട്ടുകരിക്കല്ലേ അല്ലാ, നരകക്കൊള്ളിയാക്കല്ല റബ്ബേ എന്ന് ദ്വാരക്കുമ്പോ ഒരു തവണ, ഒച്ചയേക്കൊരു തവണ ഏതെങ്കിലും ഇമാമിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന മഅ്മൂമികളായ ഞാനും നിങ്ങളും, പടച്ചവനേ അല്ലാഹുവേ നരകം അതിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ഒരൊറ്റ ആമീൻ പറയാ സജ്ജരായിട്ടുണ്ടോ? പറഞ്ഞാല് തീരാത്ത വിശേഷങ്ങളാ. അതുകൊണ്ട് ഈമാനുള്ള കൽബുകൾക്ക് ഭയപ്പാടോടെ അല്ലാതെ പറയാൻ പറ്റുകയില്ല, ഭയപ്പാടോടെ അല്ലാതെ കേൾക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഉറച്ച് എന്നോടൊപ്പം ഒന്ന് ദ്വാരക്കണേ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. പടച്ചവരെ കേവലം ഒരു പ്രഘോഷണ പ്രഹസനമാക്കല്ലേ അല്ലാ. പടച്ചവനെ റമദാനിന്റെ കേവലം ഒരു വാർഷിക പ്രഭാഷണത്തിൽ വിഷയീഭവിച്ചൊരു വിഷയത്തിന് ബന്ധപ്പെട്ട ഒരു വാക്കാക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവരെ ഒരൽപ്പം കുടിക്കുന്ന വെള്ളത്തിന് ചൂട് കൂടിപ്പോയാൽ മെല്ലെ മെല്ലെ നാവിലിട്ട് തണുപ്പിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറക്കാൻ പറ്റുകയില്ലെങ്കിൽ പടച്ചവനെ കത്തിക്കാടുന്ന ഭീകരമായ നരകം അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാ. പ്രത്യേകിച്ച് ഇമാം ദ്വാരക്കുമ്പോ വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ ആമീൻ പറയേണ്ടതാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പരിശുദ്ധമായ ഒരു റമളാൻ, ആ പുണ്യമായ ഒരു റമളാൻ. ആ പുണ്യമായ റമളാൻ ഞാൻ ആലോചിച്ചു പോകുക, ആസൂത്രിതമാണോ എന്നറിയില്ല. കോപ്പ അമേരിക്ക നല്ല ബെസ്റ്റ് പേരാണ്ടേ.
പറ്റിയ പേരാ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറ്റിയ പേരല്ല കോപ്പ അമേരിക്ക. ഞാൻ ഹർബൊന്നും തൽക്കാലം വ്യത്യാസപ്പെടുത്തുന്നില്ല, നിങ്ങൾ വ്യത്യാസപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. കുറച്ചു നാളുകൾക്ക് മുമ്പ് 1 or 2 റമദാൻ മുമ്പ് ഇതേപോലെ റമദാനിലായിരുന്നു ഈ കോപ്പ അമേരിക്ക വന്നത്. ഞാനത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മൾ എവിടെ ഉയരുന്നു അവിടെ തകർച്ചയുണ്ടാക്കാനാണല്ലോ സയോണിസ്റ്റുകൾ എന്നും ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് സംശയിക്കുന്ന ഒരാളിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഒരു കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോ അടുത്ത ബ്രസീലിൽ പന്തുരുണ്ടു, ലോകകപ്പായിരുന്നു. അത് റമദാനിൽ. ഇപ്പൊ കോപ്പ അമേരിക്ക. അടുത്ത നിങ്ങൾ ചിന്തിച്ചോ, ഈ വിനീതനോട് വന്നാലും ഇല്ലെങ്കിലും അടുത്ത റമദാനിൽ ഹയാത്തോടെ ഇരിക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചോ, അടുത്ത റമദാനിൽ എന്തെങ്കിലും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ വിഷയതല്ല. നമുക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വന്നു. പടച്ചവനെ റഹ്മത്തിന്റെ 10 ഹൈസ്പീഡിൽ അങ്ങ് പോയി, മഗ്ഫിറത്തിന്റെ 10 ഓടിക്കൊണ്ടിരിക്കുക. പടച്ചവനെ എനിക്ക് ഒരു ഖത്മ് ഖുർആൻ പോലും ഓതാൻ കഴിഞ്ഞില്ലല്ലോ. ആർക്കാ വേദന തോന്നുന്നത്? പടച്ചവനെ നിന്റെ ഹബീബായ പ്രവാചകന്റെ മേലിൽ എനിക്ക് കാര്യമായി സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആർക്കാ വേദന തോന്നുന്നത്? എന്നാലോ അലാറം വെച്ചിട്ട് പാതിരാവിൽ കളി കാണാൻ വേണ്ടി, അത്താഴം കഴിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാനല്ല, അലാറം വെച്ചുകൊണ്ട് കിടക്കുക മെസ്സിയുടെ കളി കാണാൻ, അല്ലെങ്കിൽ നെയ്മറിന്റെ അടി കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്നത്തെ ദിവസം നിന്റെ ക്ഷീണം കൊണ്ട് ആ അലാറം കേൾക്കാതെ വന്നാൽ നിനക്കുണ്ടാകുന്ന മനസ്സിന്റെ വ്യഥയും വിഷമവും, നിനക്കുണ്ടാകുന്ന വല്ലാത്ത ആകുലതയും, ഒരു നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഈ ആധുനിക സാഹചര്യത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാ. നിന്റെ ബാധ്യതയല്ലേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശരിക്കാലോചിച്ചോ, പരിശുദ്ധമായ റമദാൻ. നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഏറെ കാര്യമായി ചിന്തിക്കാനുള്ളതാ. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ പറഞ്ഞതുപോലെ പുണ്യമായ റമദാനിന് 3 പത്തുകളായി ഓഹര ചെയ്തപ്പോ അവ്വലുഹു റഹ്മാ, ആദ്യത്തെ 10 അല്ലാഹുവിന്റെ റഹ്മത്ത് കോരിച്ചറിയുന്ന 10 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ വഔസതുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. സഹോദരങ്ങളെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള 10 ഉണ്ടല്ലോ. ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള 10 ഉണ്ടല്ലോ. ആ 10 അല്ലാഹുവിനോട് ദ്വാരക്കുമ്പോ കൂടുതൽ ഖബൂലിയത്ത്, സ്വീകാര്യത സാധ്യത കൂടി വരുന്ന അവസാനത്തെ 10 ഉണ്ടല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. 1000 മാസത്തെക്കാൾ പ്രതിഫലമാ. 1000 മാസത്തിന്റെ പ്രതിഫലമല്ല, 1000 മാസത്തെക്കാൾ മിൻ അൽഫി ശഹർ എന്നാ പറഞ്ഞത്. അത് 10000 മാസമാകാ, അത് 1,00,000 മാസമാകാ, അത് 1,00,00,000 മാസമാകാ. ചെറുപ്പക്കാരാ, കോപ്പ അമേരിക്ക കണ്ട് തട്ടിത്തെറിപ്പിക്കല്ല മോന്. അതിന്റെ പേരിൽ നരകക്കൊള്ളയായി മാറല്ല പൊന്നുമോന്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ പുണ്യമായ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള അവസാനത്തെ 10 ഉണ്ടല്ലോ. ആ 10 പടച്ചവനോട് ദ്വാരക്കാൻ പറഞ്ഞ 10 ഏതാ? വആഖിറുഹു ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10. നരകത്തെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടിക്കോ. എത്ര ഗൗരവമാ സഹോദരങ്ങള്. വേണമെങ്കിൽ ഇതിനേക്കാൾ ഗൗരവം സ്വർഗം ചോദിക്കലാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരാമായിരുന്നല്ലോ. നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചോ? ഇല്ല സഹോദരങ്ങളെ, ഗൗരവം അതിനേക്കാളുമാ. ഓരോ വിശ്വാസിയുടെയും ആരാധനമേൽപ്പിച്ചുപുറങ്ങള് പുറങ്ങള് സജീവമാകേണ്ട കാരണം നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാ. നരകത്തെക്കുറിച്ച് ഓർക്കാത്ത മഹാന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അമ്പിയാക്കന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാത്ത പ്രവാചകന്റെ അനുചരന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് രാവും പകലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാന്തമായി ഓടി നടക്കാത്തൊരു വലിയും കടന്നുപോയിട്ടില്ല. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് ആകുലതപ്പെടാത്ത ഒരു മുത്തഖയും കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവസാനത്തെ 10 എന്തിനുള്ളതാണെന്നറിയുമോ? വാഹിറുഹോ
ഇത്ഖും മിനന്നാർ. ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ, എത്ര ഗൗരവമാ അവസാനത്തെ പത്ത്, നരകമോചനത്തിന്റെ പത്ത്. നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഓരോ തറാവീഹ് കഴിയുമ്പോ നമ്മൾ പടച്ചവനോട് ദുആരക്കയാ, അല്ലാഹുമ്മ ഇന്നലക ഫീ അതാ ഓരോ ഓരോ രാവുകളും പടച്ചവനെ നിനക്കുള്ളതാ. ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ. എത്ര ഗൗരവമാ സഹോദരങ്ങളെ, എല്ലാ പുണ്യമായ രാവുകളും നിനക്കുള്ളതാ. നീയാണെല്ലാം നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് നരകമോചനം കിട്ടിയ നിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരിൽ ഞങ്ങളെ പെടുത്തണയല്ല. നരകത്തിനെ തൊട്ട് നിർഭയത്വമുള്ളവരിൽ പെടുത്തണയല്ല. നരകത്തിൽ നിന്ന് മോചനം കിട്ടിയ ഖാലിസീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല എന്ന് ഓരോ ദിവസത്തെ നമ്മൾ ദ്വാരക്കുമ്പോ സഹോദരങ്ങളെ, അവസാനത്തെ പത്തിൽ പ്രത്യേകമായി നമ്മൾ ദ്വാരക്കയ വആഖിറുഹു ഇത്ഖും മിനന്നാർ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടച്ചവനെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നരകമോചനം നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട. ഞങ്ങള് ന്യൂ ജനറേഷന്റെ മക്കളാ, ഞങ്ങള് പുതിയ തലമുറയുടെ ആളുകളാ. ഞങ്ങള് കലാലയങ്ങളിൽ കാമുകന്മാരായി കാമ്പസുകൾ കൈകോർത്ത് പിടിച്ച് കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളാ. ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്. നീ അടുപ്പത്ത് പാത്രം വെച്ചുകൊണ്ട് അരി വെക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് തീ കത്തിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ വെള്ളം ഇങ്ങനെ തിളയ്ക്കും. ആ വെള്ളം ഇങ്ങനെ തിളച്ചിട്ട് ആ അടപ്പിങ്ങനെ കലബല ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ അടപ്പിന്റെ ഇടയിൽ നിന്നും പുറത്തേക്ക് വരുന്ന കുമിളയുണ്ടല്ലോ, ആ അടപ്പിന്റെ ഇടയിൽ നിന്നും പുറത്തേക്ക് വരുന്ന കുമിളയുണ്ടല്ലോ, ആ കുമിളയിലെങ്ങാണം നിന്റെ വിരലൊന്ന് തട്ടിപ്പോയാൽ, ആ കുമിളയിലെങ്ങാണം നിന്റെ വിരലൊന്ന് തട്ടിപ്പോയാൽ, നിന്റെ കിച്ചണിൽ നീ പാചകം ചെയ്യുമ്പോ ചൂടുവെള്ളത്തിലല്ല, നീരാവി കലർന്ന കുമിളയുണ്ടല്ലോ, ആ കുമിളയിലെങ്ങാണം നിന്റെ വിരലൊന്ന് തട്ടിപ്പോയാൽ പൊന്നുപങ്ങളെ, നീ നിലവിളിക്കയാ, തണുത്ത വെള്ളത്തിൽ മുക്കുകയാ. പിന്നെ ഒരാഴ്ചത്തേക്ക് നിനക്ക് അടുക്കളയിൽ ഹർത്താല. നീ ആ വിരല് ചലിപ്പിക്കുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ, ദുനിയാവിന്റെ തീയുണ്ടല്ലോ, ആ ദുനിയാവിന്റെ തീയല്ല നിന്റെ വിരലിൽ സ്പർശിച്ചത്. ആ ദുനിയാവിന്റെ തീയുടെ ചൂടുകൊണ്ട് ചൂടായ പാത്രമുണ്ടല്ലോ, പാത്രം ചൂടായപ്പോൾ ചൂടായ വെള്ളമുണ്ടല്ലോ, വെള്ളം ചൂടായപ്പോൾ ഉണ്ടായ നീരാവിയുണ്ടല്ലോ, ആ നീരാവിയെയും വഹിച്ചുകൊണ്ട് വരുന്ന കുമിളകളുണ്ടല്ലോ, ആ കുമിളയിലാ നിന്റെ വിരൽ തട്ടിയത്. ദുനിയാവിലുള്ള തീയിലല്ല പൊന്നുമോള്. എത്ര ഗൗരവമാ, എത്ര ഗൗരവമാ. എങ്ങനെ സഹിക്കാനാ. അതുകൊണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കല്ലേ. പാപങ്ങളിലേക്ക് കടന്നു പോകുമ്പോ പുതിയ തലമുറയോട് ഞാൻ കൂട്ടത്തിലൊന്ന് ചോദിക്കുക. പാപങ്ങളിലേക്ക് കടന്നു പോകുമ്പോ വളരെ തമാശയായി വലിയ കൊടും പാപങ്ങൾ പോലും വളരെ നിസ്സാരമായ പാപങ്ങളിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, പെങ്ങളെ, വലിയ പാപങ്ങൾ ചെയ്യുമ്പോ നിസ്സാരമായ പാപങ്ങളിലേക്ക് പോകുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൻ അതൽ ഖതീഅത വയദ്ഹഖു, ചിരിച്ചുകൊണ്ട് ലാഘവത്തോടെ പാപങ്ങളിലേക്ക് കടന്നുപോയ ദഖലന്നാർ വഹുവ യബ്കി, കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകും, അട്ടഹസിച്ചുകൊണ്ട് നരകത്തിൽ പോകും. നിസ്സാരമായ പാപങ്ങളെ കാണല്ലേ. ആ പാപമോചനത്തിന്റെ പത്തിലൂടെയാ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിക്കണേ. ആ നരകത്തെ പേടിക്കാത്ത ആരെങ്കിലുമുണ്ടോ? നരകത്തിന്റെ തീവ്രതയെക്കുറിച്ച് ലോകത്തോടറിയിപ്പ് തരാത്ത ആരെങ്കിലുമുണ്ടോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാണ നീതി എന്ന 2 അക്ഷരം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മഹാന്മാരായ സാലിഹീങ്ങളാകുന്ന സ്വഹാബികളിൽ മുൻനിര പോരാളിയായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്.
റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഉമർ തങ്ങൾ പറയുകയാ, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനല്ലയോ ഉമറേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ഉമറേ നീ സ്വർഗത്തില. അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത തന്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വകാന ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ അക്സിറൂ ദിക്റന്നാർ ഫഇന്ന ഹർറഹാ ശദീദ് വഇന്ന കഅറഹാ ബഈദ് വഇന്ന മുഖാമഅഹാ ഹദീദ്. എത്ര ഗൗരവമുള്ള ഓർമ്മപ്പെടുത്തലുകളാ. ഫഇന്ന ഹർറഹാ ശദീദ്. ആ നരകത്തിന്റെ ചൂട് വളരെ കഠോരമാണ് ജനങ്ങളെ. അതുകൊണ്ട് അക്സിറൂ ദിക്റന്നാർ, നരകത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. നരകത്തെക്കുറിച്ച് ജീവിതത്തിൽ പലവട്ടം ആവർത്തിച്ച് ചിന്തിക്കണേ. അത് അസഹ്യമാണ്, ഒരു ശരീരത്തിനും താങ്ങാവുന്നതല്ല, ഒരു ശരീരത്തിനും സഹിക്കാവുന്നതല്ല. ഫഇന്ന ഹർറഹാ ശദീദ് വഇന്ന കഅറഹാ ബഈദ് വഇന്ന മുഖാമഹാ ഹദീദ്. അതിന്റെ ആഴം വല്ലാത്ത ആഴമാണ്. അവിടെയുള്ള ദണ്ഡുകളുടെ കടുപ്പം അത് വല്ലാത്തതാണ്, അസഹ്യമാണ്. അതുകൊണ്ട് ശരിക്കും നരകത്തെക്കുറിച്ച് ചിന്തിക്കണേ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, സഹോദരങ്ങളെയാ, നരകത്തിന്റെ ആഴമത്രയാ, നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞു പൂർത്തിയാക്കാൻ ഒരു നാവിനും ആവുകയില്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ. മഹാനവറുകൾ പറയുകയാ, കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുമ്പോ, ആ സ്വർഗ സമാനമായ പരിസരത്തിരിക്കുമ്പോ, ആ പ്രണയമരമ്പൊന്ന പരിമളമോറുന്ന പരിസരത്തിരിക്കുമ്പോ, ഫസമൈനാ വജബത്തൻ, ഞങ്ങളൊരു ശബ്ദം കേൾക്കുകയാ, ഞങ്ങളൊരു വലിയ ശബ്ദം കേൾക്കുകയാ, ഒരു വല്ലാത്ത ഭീകരമായ ശബ്ദം. ആ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാ, വഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, യാ സ്വഹാബ അതദറൂന മാ ഹാദാ അതദറൂന മാ ഹാദാ അതദറൂന മാ ഹാദാ. ആ കേട്ട ശബ്ദം, അതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നറിയുമോ? അതെന്താണ് ശബ്ദമെന്നറിയുമോ? ഖുൽനാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാ, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനറിയാം, റസൂലേ നിങ്ങൾക്കും അറിയാം. സഹോദരങ്ങളെ, ഉടൻ തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വീണ ശബ്ദമാ, അതൊരു കല്ലിന്റെ ശബ്ദമാ നിങ്ങൾ കേട്ടത്. അർസലഹുല്ലാഹു ഫീ ജഹന്നമ മുൻദു 70 ഖരീഫാ, 70 വർഷങ്ങൾക്ക് മുമ്പ്. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും അല്ലാഹു അയച്ച കല്ലാണത്. അല്ലാഹു അയച്ച കല്ലാണ്, അല്ലാഹു പറഞ്ഞു വിട്ട കല്ലാ. ഫൽആൻ ഹീനംതഹാ ഇലാ ഖൈരിഹാ, 70 വർഷങ്ങളാ കല്ല് സഞ്ചരിച്ച് ഈ സമയം ആ കല്ല് വന്ന നരകത്തിന്റെ അടിത്തട്ടിൽ വീണ ശബ്ദമാ സ്വഹാബ നിങ്ങൾ കേട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആ നരകത്തിന്റെ ഗൗരവം ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അതിന്റെ ആഴമൊന്ന് ആലോചിച്ചു നോക്ക് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ പരിസരത്തുള്ള ഏറ്റവും ആഴമുള്ള കിണറുണ്ടല്ലോ,
നമ്മുടെ പരിസരത്ത് ഏറ്റവും ആഴമുള്ളൊരു കിണർ, ആ കിണറിലേക്ക് അതിന്റെ ആഴം മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു കിണർ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ ഇരുളാണ് കാണുന്നത്. കാരണം അതിന്റെ ദൈർഘ്യം കൊണ്ട്, അതിന്റെ ആഴം കൊണ്ട് വെള്ളം ഒരുപാടുണ്ട്, പക്ഷേ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള വലിയ ഒരു കിണറിലേക്ക് മുകളിൽ നിന്നൊരു കല്ലെടുത്തിട്ട് കഴിയുമ്പോ, മുകളിൽ നിന്നൊരു ചെറിയ കല്ലങ്ങെടുത്തിട്ട് തുച്ഛമായ സെക്കൻഡ് കഴിയുമ്പോ, 1 or 2 സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ പാതി, സഹോദരങ്ങളെ, ആ ഒരു സെക്കൻഡിന്റെ അംശം കഴിയുമ്പോ ആ കല്ല് വന്ന് ആ വെള്ളത്തിലേക്ക് വീണ് ഓളം തട്ടുന്ന ശബ്ദം ഞങ്ങളുടെ ശ്രവണപുടങ്ങൾക്ക് കേൾക്കാം. അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാമെങ്കിൽ ഒരു കല്ല് സഞ്ചരിക്കുക 1 മണിക്കൂറല്ല. ഒന്ന് ചിന്തിച്ചു നോക്കാരാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കല്ലങ്ങ് സഞ്ചരിക്കുക 1 മണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 70 വർഷങ്ങളാ പിന്നിടുന്നത്. 70 വർഷം ഒരു കല്ല് സഞ്ചരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്ക്, 70 വർഷം ഒരു കല്ല് സഞ്ചരിക്കുക, എന്നിട്ട് നരകത്തിന്റെ അടിയിലേക്ക് വന്ന് വീഴുക. എത്രയാ സഹോദരങ്ങളെ അതിന്റെ ആഴം! പടച്ചവനെ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കണം. പരലോക ചിന്തയോടെ മുന്നോട്ട് പോകാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അവന്റെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ, അവിടെയുള്ള ഭയവിഹ്വലതകളെ കുറിച്ച് ചിന്തിക്കാൻ ഏത് മനസ്സുകൾക്കാ നേരമുള്ളത്? കാലം എവിടെയെത്തി? 10 സെന്റ് വസ്തുവുള്ള ആള് അത് 20 സെന്റാക്കാൻ എങ്ങനെയാ നടക്കുക? അതിനു വേണ്ടി ഓടി നടക്കുക. 20 സെന്റുള്ള ആളിന്റെ ചിന്തയെന്താ? അതെങ്ങനെയാ 40 സെന്റാക്കാൻ പറ്റുക? 40 സെന്റ് വസ്തുവുള്ള ഒരാളിന്റെ ചിന്തയെന്താ? പടച്ചവനെ, ടൗൺ ഏരിയയിൽ എനിക്ക് 40 സെന്റ് തന്നല്ലോ, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണല്ലോ, ഇതുകൊണ്ട് എന്റെ ഒരു കാലം മുഴുവൻ, ഒരു തലമുറ മുഴുവനും താമസിക്കാൻ, ജീവിക്കാനുള്ള സമ്പത്തുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മതി, അൽഹംദുലില്ലാ എന്നല്ല ചിന്തിക്കുന്നത്. ഈ 40 എങ്ങനെ 80 ആക്കാമെന്ന് ചിന്തിക്കുമ്പോ, ഈ 40 എങ്ങനെ 80 ആക്കാമെന്ന് ചിന്തിക്കുമ്പോ, ഒരു നില കെട്ടിടമുള്ള ആള് എങ്ങനെയാ അതിന്റെ മുകളിലോട്ട് എടുക്കാൻ പറ്റുക? രാവും പകലും തിരിഞ്ഞും മറഞ്ഞും കിടന്ന് ചിന്തിക്കുക, ഇതെങ്ങനെയാ അതിന്റെ മുകളിലോട്ട് ഒരു 2 റൂമും കൂടെ ഇറക്കാൻ? താഴെ 3 ഉണ്ട്, 4 ഉണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാണ്, സംവിധാനമുണ്ട്, മുകളിലോട്ടും കൊണ്ടിയെടുക്കാൻ. അങ്ങനെ മുകളിലുള്ള ആള് അതിന്റെ മുകളിൽ എടുക്കാൻ, അല്ലെങ്കിൽ വിശാലമായ മറ്റൊരു പാർപ്പിടത്തിലേക്ക് ചിന്തിക്കുമ്പോ, സഹോദരങ്ങളെ, ഒരു 2 വീലറുള്ള ആളിന്റെ ചിന്തയെന്താ? ഒരു മോട്ടോർ സൈക്കിളുള്ള ആളിന്റെ ചിന്തയെന്താ? ഇതെങ്ങനെ ഒന്ന് 4 വീലറാക്കാൻ പറ്റുക? ഒരു സീരിയസ് കുറഞ്ഞ കാറുള്ള ആള് ചിന്തിക്കുന്നത് എന്താ? ഇതെങ്ങനെ സീരിയസ് കൂടിയ വാഹനമാക്കാൻ പറ്റുക? കൂടിയതിലേക്ക് ചിന്തിക്കയാ മനുഷ്യൻ, കൂടിയതിലേക്ക് ചിന്തിക്കയാ. ആരും താഴോട്ട് നോക്കുന്നില്ല. എവിടെയാണ് പിന്നെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് കഴിയുക? ജീവിതത്തിൽ കടന്നു പോകുമ്പോ, രാവുകളും പകലും മാറും തിരിഞ്ഞു വരുമ്പോ, ഒന്നിനും സ്ഥായി ഭാവമില്ലാത്ത ലോകമാ ഈ ലോകമെന്ന് ചിന്തിക്കുന്നവനാ വിശ്വാസി. ഒരു പ്രഭാതമായി നിന്നിട്ടില്ല, ഒരു പ്രദോഷവുമായി നിന്നിട്ടില്ല, ഒരു രാവും രാവായി നീണ്ടു നിന്നിട്ടില്ല, ഒരു പകലും അങ്ങനെ തന്നെ നീണ്ടുപോയിട്ടില്ല. ഒന്ന് ചിന്തിക്ക്, ഒരു പുഷ്പവും ഏത് പുഷ്പവാടിയിലും അതിന്റെ ഇതളുകൾ നറുകുസുമങ്ങളായി നമ്മുടെ കണ്ണിനാനന്ദവും നാസാരന്ധ്രങ്ങൾക്ക് ആസ്വാദനകരവുമായി എപ്പോഴും നിന്നിട്ടില്ല. പ്രഭാതത്തിൽ കണ്ട ആ പുഷ്പം പ്രദോഷമാകുമ്പോൾ അതിന്റെ ഇതളുകൾ കൊഴിയുകയാ. രാവിലെ ആരോഗ്യത്തോടെ കണ്ടവൻ വൈകുന്നേരം രോഗിയ. അടുത്ത ദിവസം സുബ്ഹാനല്ലാഹ് പള്ളിയിൽ വിളിച്ചു പറയുന്നു, ഇന്നാലില്ല എന്ന മുഖവരയോടെ വിളിച്ചു പറയുന്നു. അടുത്ത ദിവസത്തെ പ്രദോഷത്തിൽ അവനും പള്ളിക്കാട്ടില്ല. ഒരു അലമാലയും കരയ ഉമ്മ വെച്ച് അവിടെ നിന്നിട്ടില്ല. പിന്നെയും കടലേക്ക് ഉൾവലിയുകയാ, പിന്നെയും അടുത്ത തിരമാലയായി രൂപാന്തരപ്പെടുകയാ. അതുകൊണ്ട് സ്ഥായി ഭാവമില്ല, സ്ഥായി ഭാവമുള്ള ഒന്നേ ഒന്ന് മാത്രം. അതല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ.
പരലോകമതെന്നുമുള്ളതാ. സുഖമാണോ സുഖം, ദുഃഖമാണോ ദുഃഖം? ചിന്തിക്ക് സഹോദരങ്ങളെ, ആ പരലോകത്തെക്കുറിച്ചൊരു പേടി തോന്നിയിട്ടുണ്ടോ? അവിടുത്തെ നരകത്തെക്കുറിച്ച് പറയുമ്പോ, അവിടുത്തെ ഭയാനകതകളെ കുറിച്ച് പറയുമ്പോ ഒരു ഹദീസിന്റെ ഓർമ്മയിൽ വരികയാ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ ഇരടികൾ ഒന്നും കൂടി ആവേശത്തിൽ ചെല്ലാൻ എന്റെ മുമ്പിലുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നാണല്ലോ ഈ ആവേശം നമ്മളെ അറിയിക്കുന്നത്. നമ്മുടെ ആവേശത്തിന്റെയും അനുരാഗത്തിന്റെയും എല്ലാ ഭാവങ്ങളും ഭാവുകങ്ങളും ചെന്നു നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാൽപാദത്തിൻ കീഴിലാണല്ലോ. ആ പുണ്യപ്രവാചകന്റെ ചാരത്തേക്ക് സ്വലാത്തിലൂടെ കടന്നു പോകാ സഹോദരങ്ങളെ. അവിടെ ചെല്ലുമ്പോ സജലങ്ങളാകാത്ത കണ്ണുകളില്ല. പരിശുദ്ധമായ കഅബ കണ്ടിട്ട് കരയാത്തവൻ മദീന കാണുമ്പോ കരന്നു പോകും. സഹോദരങ്ങളെ, മധുരമാണ് മദീന. എന്റെ വിഷയം അതല്ല. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു പ്രപഞ്ചമാണത്, അങ്ങനെയുള്ളൊരു പാഠമാണത്, അങ്ങനെയുള്ള അനുരാഗത്തിന്റെ അധ്യാപനമാണത്. അതുകൊണ്ട് സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടില് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ കടക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മടിത്തട്ടിനേക്കാൾ സ്വർഗഭൂമി മേറെയുണ്ടോ? ആയിഷ ബീബി കടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ ചോദിക്കയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ചോദിക്കയാ, നിങ്ങളും കിടക്കുമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ ഓരം ചേർന്നുകൊണ്ട് കിടക്കുമ്പോ നിങ്ങൾക്കും ഇതുപോലൊരു ചോദ്യം ഒരിക്കലെങ്കിലും ചോദിക്കാൻ കിടന്നിട്ടുണ്ടോ? ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ലോകമഹതിമാരുടെ മഹതിയായ സ്വർഗത്തിലെ തമ്പുരാട്ടിയായ ആയിഷ ബീബി ചോദിക്കുന്നത് എവിടെയാണെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ. കാന റഅസുഹു ഫീ ഹിജ്രി ആയിഷ. ഹബീബായ പ്രവാചകർ ആയിഷ ബീവിയുടെ മടിത്തട്ടിലാ കിടക്കുന്നത് സഹോദരങ്ങളെ. ഫനഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങിപ്പോയി. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന പുണ്യപ്രവാചകന്റെ ഭൂമുഖം കണ്ടുകൊണ്ട് ആയിഷ ബീവി ഇരിക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, സഹോദരങ്ങളെ ചിന്തിക്കണേ. അള്ളാന്റെ റസൂൽ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ സമയം ആയിഷ ബീവി ചിന്തിക്കുന്നത് എന്താ? ദുനിയാവിന്റെ വിഷയങ്ങളല്ല, ദുനിയാവിന്റെ ആലംബമല്ല, ദുനിയാവിന്റെ വിശേഷണങ്ങളല്ല, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കയാ. അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോടും നിങ്ങളോടും. ഞാനും നിങ്ങളും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കും എപ്പോഴാണെന്നറിയുവോ? എപ്പോഴാ സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും. സന്താപമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ചിന്തിക്കും. വേദനയുണ്ടാകുമ്പോ ചിന്തിക്കും. വീട്ടിലൊരു മരണം വരുമ്പം ചിന്തിക്കും. ഒരു അപകടം പറ്റുമ്പോ ചിന്തിക്കും. ഒരു ക്യാൻസർ വരുമ്പം ചിന്തിക്കും. ഒരു ദുഃഖം വരുമ്പം ചിന്തിക്കും. ഒരു പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ പ്രകമ്പനങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോ ഒരുപക്ഷേ നമ്മൾ പടച്ചവനെ എന്നൊരു വിളി വിളിക്കും. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ചൊന്നോർക്കും. സന്തോഷമുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എത്രയാ? സന്തോഷമുണ്ടാകുമ്പോ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എത്രയാ? ആലോചിക്കണേ. സന്തോഷമുണ്ടാകും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവർ ഈമാനുള്ളവരാ. സന്തോഷമുണ്ടാകുമ്പോ അല്ലാഹനെ മറക്കാത്ത ആളുകള്. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമാ 14 രാവിലെ പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ ശോഭയുള്ള പ്രവാചകർ. ആ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരവദനം തന്റെ മടിത്തട്ടിൽ കിട്ടിയ സമയം പോലെ ആയിഷ ബീവിക്ക് സന്തോഷമുള്ളൊരു സമയം വേറെയില്ല. ആ സമയത്താ ആയിഷ ബീവി ചിന്തിക്കുന്നത് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കയാ. സഹോദരങ്ങളെ, ചിന്തിച്ചു എന്ന് മാത്രമല്ല, ഫബക്കത്ത് ആയിഷ ബീവി പൊട്ടിക്കരയുകയാ. ആയിഷ ബീവി കരഞ്ഞു പോവുകയാ. കരഞ്ഞ് ഹത്താ സാലദംഉഹാ
കണ്ണുനീര് വാർക്കാൻ തുടങ്ങി. അങ്ങനെ അതാ എവിടെ എത്തി? ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹ്, ഹബീബായ പ്രവാചകന്റെ റോസായിതളിന്റെ നൈർമല്യത്തെക്കാൾ നൈർമല്യമുള്ള അവിടുത്തെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിലുള്ള സുന്ദരമായ കവിൾത്തടത്തിലേക്ക് മണിമുത്തുകൾ പോലെയുള്ള ആയിഷ ബീവിയുടെ കണ്ണുനീർ കണങ്ങൾ വന്നു വീണു. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് മിഴി തുറന്നു, പ്രവാചകന് കണ്ണു തുറന്നു. അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി, എന്റെ സഹധർമ്മിണി, എന്റെ പ്രിയപ്പെട്ടവൾ കരയുകയാണ്. എന്തിനാണ് ആയിഷ കരയുന്നത്? എന്താണ് കരയുന്നത്? എന്തിനാണ് വിതുമ്പുന്നത്? എന്തിന് നീ ഏങ്ങലടിക്കണം? ഞാൻ നിന്റെ ചാരത്തില്ലയോ? എന്തിന് നീ കരയുന്നു, കണ്ണുനീർ വാർക്കുന്നു? എന്നോട് പറ. ഞാൻ അറിയാത്ത വിഷമം നിനക്കെന്താ? എന്നിൽ പങ്കുവെക്കാത്ത ദുഃഖം നിനക്കെന്താ? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആയിഷ ബീവി തുമ്പിക്കൊണ്ട് പറയുകയാ, അല്ലയാ റസൂലല്ല, ഇപ്പോൾ അങ്ങയുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങന്റെ മടിത്തട്ടിലുണ്ട്, എന്നോടൊപ്പമുണ്ട്. പക്ഷേ പരലോകത്തിൽ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറയുക, പെങ്ങളെ, നിന്റെ കൽബിൽ നിന്നൊരു ചോദ്യം. എനിക്ക് അല്ലാഹു തന്ന ഒരു മണവാളൻ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, പടച്ചവന് ഈ ഭർത്താവിന് പരലോകത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ? ഈ മക്കളെ എനിക്ക് സ്വർഗത്തിൽ കിട്ടുമോ? എനിക്ക് സ്വർഗത്തിൽ കിട്ടുമോ? എന്റെ സന്തോഷങ്ങൾക്ക് ഒരു സ്ഥായി ഭാവം ഉണ്ടാകുമോ? ഒരു വേള ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ പെങ്ങളെ? ആയിഷ ബീവി പറയുകയാ, ഹൽ തദ്കുറൂന അഹ്ലിക്കും യൗമൽ ഖിയാമ, ഹൽ തദ്കുറൂന അഹ്ലിക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്തിൽ ചെല്ലുമ്പോ അങ്ങ് കുടുംബക്കാരെ കുറിച്ച് ഓർക്കുമോ? ആരെങ്കിലും തന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമോ? കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമോ? ഇവിടെ എന്തും കരുളും കൽബും പറിച്ചു കൊടുക്കാൻ ആളുണ്ട്. പക്ഷേ യഥാർത്ഥ കൂട്ട് എവിടെയാണ്? പരലോകത്തിൽ നമുക്ക് ആരെ കൂട്ടിന് കിട്ടുന്നു? അത് വല്ലാത്ത കൂട്ടാ സഹോദരങ്ങളെ. പരലോകത്തിൽ കിട്ടുന്ന കൂട്ട്, പരലോകത്തിൽ കിട്ടുന്ന കൂട്ട്. ആയിഷ ബീവി പറയുകയാ, പരലോകത്തിലെ കുടുംബക്കാരെ കുറിച്ച് ആരെങ്കിലും ഓർക്കുമോ? അതിന്റെ മറുപടി മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരിമാരെ, മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ടുകൊണ്ടാ അതിന് മറുപടി പറയുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ നഫ്സി ബിയദിഹി. ഈ എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ പിടുത്തത്തിലാണോ, ഞാൻ ഏതൊരു ഉടമസ്ഥന്റെ ഉടമസ്ഥതയിലാണോ, അവനെ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാ പറയുന്നത്. ആ പറയുന്നതിന്റെ ഗൗരവമത്രയാ, ആ പറയുന്ന പരാമർശത്തിന്റെ ഗൗരവമത്രയാ. അള്ളാഹിനെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സത്യം ചെയ്യുകയാ, സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, ഫീ സലാസതി മവാത്തിനിൻ, 3 ഘട്ടം വരാനുണ്ട് ആയിഷ. മറക്കല്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓടി നടക്കുമ്പോ, ദുനിയാവിന്റെ പളപളപ്പിൽ കറങ്ങിത്തിരിയുമ്പോ, ആധുനികതയുടെ പളപളപ്പിൽ അഭിരമിക്കുമ്പോ, എന്തെല്ലാം സംവിധാനങ്ങളാ. പഴയ കാലക്കാരോട് നമുക്ക് പുച്ഛമാ. അവര് പരിഷ്കാരമില്ലാത്തവരായിരുന്നു, അവര് ഭാഗ്യമുള്ളവരല്ല. ഈ കാലഘട്ടത്തിലുള്ളവരോ ലോകാടിസ്ഥാനത്തിൽ 2 ലക്ഷം ആളുകൾ ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹമാകുന്ന 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചുവന്ന ഗ്രഹത്തിലേക്ക് പാർപ്പിടമൊരുക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുക. എന്താ പറയുന്നത്? കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് പോകാനല്ല, ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കൊരു യാത്രയ്ക്കല്ല, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കല്ല, ഈ ഭൂമി വിട്ട്, നാം പാർക്കുന്ന ഈ ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യന് പാർക്കാനുള്ള പാർപ്പിടമൊരുക്കാൻ വേണ്ടിയിട്ട് സംവിധാനമൊരുക്കാൻ ലോകത്തിൽ 2 ലക്ഷം ആളുകൾ അഡ്വാൻസ് കൊടുത്തിരിക്കുക. കേരളത്തിൽ 20,000 ആളുകൾ അതിനു വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുക. ഒന്നാലോചിക്കണേ ലോകത്തിന്റെ വളർച്ച. ഈ വളർച്ചയൊന്നും കാണാൻ നമ്മുടെ പഴമക്കാരില്ലല്ലോ, നമ്മുടെ മുൻഗാമികളില്ലല്ലോ. അവരെത്ര ഹതഭാഗ്യരെന്ന് നമ്മൾ ചിന്തിക്കണ്ട. അവർക്ക് പരിഷ്കാരം കുറഞ്ഞവരാണെങ്കിലും അവര് പരലോകത്തെ പേടിച്ച ആളുകളാ, അവര് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചവരാ, അവര് നരകത്തെ കുറിച്ച് ആലോചിച്ചവരാ. സഹോദരങ്ങളെ, കടന്നുപോക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 ഘട്ടം വരാനുണ്ട്. ആ 3 ഘട്ടത്തിൽ ആരുമാരെയും തിരിച്ചറിയില്ല. ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, ലാ യദ്കുറു ഇല്ലാ നഫ്സഹു. ഒരാളും തന്റെ ശരീരത്തിനെ അല്ലാതെ മറ്റൊരാളിനെയും അറിയുകയില്ല.
ആരൊക്കെയാണെന്ന് പറഞ്ഞാലും തനിക്ക് 9 മാസവും 14 ദിവസവും ഏതൊരു ഗർഭാശയത്തിലാണോ അവസരം തന്നത്, ആ കാരുണ്യാലയത്തിന്റെ ഉടമസ്ഥയായ മാതാവാണ് തൊട്ടപ്പുറത്ത് നിന്ന് കരയുന്നത്. ഇല്ല, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മോനും തിരിഞ്ഞു നോക്കുകയില്ല. തന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് പരിസരത്തുള്ളത്. ഇല്ല സഹോദര, ഒരു ഉപ്പയുടെയും കരച്ചിലൊരു മകനും കാണുകയില്ല. തന്റെ രാവുകളെ പകലാക്കി തന്ന പ്രിയപ്പെട്ട പ്രാണപ്രയസിയാ ഉള്ളത്. തന്റെ സഹധർമ്മിണിയാ അപ്പുറത്ത് നിന്ന് വിലപിക്കുന്നത്. ഒരു ഭർത്താവും കാണുകയില്ല, ഒരു ഭാര്യയും ആ കരച്ചിൽ കേൾക്കുകയില്ല. അങ്ങനെയുള്ള 3 ഘട്ടം വിശദീകരിക്കാൻ എമ്പാടുമുണ്ട്. ഞാൻ ദൈർഘ്യം ഓർത്തുകൊണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒന്നാമത്തെ ഘട്ടമേതാണെന്നറിയുവോ? ഇദാ വുദിഅത്തിൽ മവാസീൻ. ഇദാ വുദിഅത്തിൽ മവാസീൻ. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ എന്തിനത് പറഞ്ഞു? നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, എന്തിനീ പരലോകത്തിന്റെ ഭയവിഹ്വലതയെ കൊണ്ടുവന്നു? അത് അബദ്ധത്തിൽ വന്നതല്ല, ബോധപൂർവം കൊണ്ടുവന്നതാ. ഒന്ന് ചിന്തിക്കണം, ആ പരലോകത്തിലുള്ള സ്വർഗ നരക നിർണയ സമയമാണിത്. അതാണ് പരിസരം കാണാതെ പോകുന്നത്. ഞാൻ ജയിക്കുമോ പരാജയപ്പെടുമോ? ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഞാൻ അപജയത്തിലാണ്. എവിടെയാണ്? ജയത്തിലാണോ അപജയത്തിലാണോ? ഞാൻ എവിടെയാണ്? രക്ഷയിലാണോ ശിക്ഷയിലാണോ? ആ സമയമാണിത്. അവന്റെ അമലുകൾ തൂക്കപ്പെടുമ്പോ ഇദാ വുദിഅത്തിൽ മവാസീൻ, അവന്റെ അളവുകൾ നിശ്ചയിക്കപ്പെടുമ്പോ സഹോദരങ്ങളെ, തുലാസിൽ അവന്റെ അമലുകൾ വെക്കപ്പെടുമ്പോ വവുസിനത്തിൽ അഅ്മാൽ, അവന്റെ അമലുകളെ അളന്നു തൂക്കപ്പെടുമ്പോ ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. നാം ആകാംക്ഷയോടെ ഏതെങ്കിലും ഒരു സാധനം ഇത് ഇത്ര തൂക്കമുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി തൂക്കുമ്പോ നമ്മൾ എങ്ങനെയാ അക്കത്തിൽ നോക്കുകയാ? നമ്മൾ കൊണ്ടുപോയ സാധനം കുറച്ച് റബ്ബറുമായി പോയി, അല്ലെങ്കിൽ കുറച്ച് സ്വർണം വിൽക്കാൻ പോയി. നമ്മുടെ വിചാരം, പടച്ചവനെ കുറച്ച് തൂക്കം കൂടുതലുണ്ടാകണം. നമ്മുടെ നോട്ടം എവിടെയാ? തുലാസിൽ നോക്കുകയാ. അതിന്റെ എണ്ണം അതിന്റെ ആ തൂക്കം അളക്കുന്നിടത്തേക്ക് നോക്കുകയാ. സഹോദരങ്ങളെ, പരലോകത്തിലുള്ള തൂക്കം കേവലം തൂക്കമല്ല, സ്വർഗ നരകത്തെ നിർണയിക്കുന്ന തൂക്കം. ആ തൂക്കത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരാ പറയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ സമയമുണ്ടല്ലോ, ആ സമയം ഹത്താ യൻദുറ ഇബ്നു ആദം യഖിഫ മീസാനുഹു വയസ്കുലു. എന്റെ തുലാസിന് തൂക്കമാണോ? നന്മയുടെ തുലാസാണോ മുൻതൂക്കമുള്ളത്? തിന്മയുടെ തുലാസാണോ മുൻതൂക്കമുള്ളത്? ആ സമയം ആയിഷ ആരെയും തിരിച്ചറിയൂല. രണ്ടാമത്തത് ഞാൻ വിവരിക്കുന്നില്ല. ഏട് കൊണ്ടുവരുമ്പോ മുൻഭാഗത്തിലൂടെ വലത് കൈയിൽ മുഅ്മിനിന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കപ്പെടേണ്ട ഏട്, അത് പിൻഭാഗത്തിലൂടെ ഇടത് കൈയിലേക്കാണോ പടച്ചവനെ എനിക്ക് കിട്ടുക എന്ന ആകുലതയോടെ നിൽക്കുന്ന സമയമുണ്ടല്ലോ ആയിഷ. ആ സമയത്തും ഒരാളും മറ്റൊരാളിനെ കണ്ടാൽ തിരിച്ചറിയുകയില്ല. മൂന്നാമത്തെ പോയിന്റ് വിഷയത്തോട് കൂടുതൽ ബന്ധപ്പെട്ടതാ സഹോദരങ്ങളെ. വഇൻദ സിറാത്ത്, ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോ ഒന്ന് ഇമേജിൻ ചെയ്തു നോക്കൂ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മനസ്സിൽ കടന്നു വരട്ടെ, ഞാനും നിങ്ങളും ഒരു പാലം കാത്തു നിൽക്കുകയാ. ഇനി ആ പാലം മാത്രം ബാക്കി. ഒന്ന് ചിന്തിച്ചു നോക്ക്. കേവലം ചമ്രവട്ടം പാലമല്ല, നമ്മുടെ പരിസരത്തുള്ള എത്രയോ പാലമുണ്ട്. പാലങ്ങളല്ല, അള്ളാഹുവിന്റെ പരലോകത്തിലുള്ള പാലം, ഒരു മുടിയെ കീറി വെച്ചുകൊണ്ട് പടച്ചവന്റെ പരീക്ഷണമുള്ള പാലം. ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മുന്നോട്ട് പോയ കാൽവപ്പുകളാണോ, പടച്ചവന്റെ തൃപ്തിയുള്ള പ്രദേശങ്ങളിലേക്ക് ഉന്മേഷത്തോടെ പോയ കാലുകളാണോ? ആ കാലുറച്ച് ചവിട്ടാൻ പറ്റും. ഫുട്ബോളിന് വേണ്ടിയിട്ട് ഉറക്കമുളച്ച് കടന്നുപോയ കാലുകളാണോ? റമദാനിന്റെ പുണ്യമായ രാവുകളും പകലുകളും മലീമസമാക്കാൻ പോയ കാലുകളാണോ? എങ്ങനെയാ ചെറുപ്പക്കാരാ ആ സിറാത്തിൽ നിനക്ക് കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുക? എന്താ വിശേഷമെന്നല്ലേ? ആ പാലത്തെ മനുഷ്യൻ പേടിക്കുന്നതെന്താ? അവിടെയാ പോയിന്റ്. ആ പാലത്തെ മനുഷ്യൻ പേടിക്കുന്നതെന്താ?
ആ പാലത്തിൽ മുള്ളുണ്ടായത് കൊണ്ടല്ല, ആ പാലത്തിൽ കുപ്പിമുറി ഉണ്ടായത് കൊണ്ടല്ല, ആ പാലത്തിൽ കയറിയാൽ ഷോക്കടിക്കും എന്നതുകൊണ്ടല്ല, ആ പാലത്തിൽ ഏതെങ്കിലും ഭീകരതയുണ്ടായത് കൊണ്ടല്ല, ആ പാലത്തിന്റെ താഴെയുള്ള ഭീകരതയെ ഓർത്തുകൊണ്ട. ആ പാലത്തിന്റെ താഴെയുള്ള ഭീകരത നമ്മുടെ നാട്ടിലുള്ള പാലങ്ങൾ, ലോകത്തിലറിയപ്പെട്ട പാലങ്ങൾ ഞാൻ എണ്ണി നിരത്തുന്നില്ല. ആ പാലങ്ങളിൽ നമ്മൾ കാൽവഴുതിപ്പോയ, നമ്മുടെ ദുനിയാവിലുള്ള പാലങ്ങളിൽ കാൽവഴുതിപ്പോയ, ഒന്നെങ്കിൽ വീഴുന്നത് വെള്ളത്തിലാ, അല്ലെങ്കിൽ തിരിച്ചു ഭൂമിയിലാ, മറ്റു പ്രതലങ്ങളിലാ. പരലോകത്തിലുള്ള പാലം, ആ പാലത്തിലെ കാട് നമ്മുടെ കാൽവഴുതിപ്പോയാൽ വീഴുന്നത് എവിടെയാ മോനെ? വഖൂദുഹാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ വഖൂദുഹാ. അള്ളാന്റെ ഖുർആനാണ്, അള്ളാന്റെ കലാമാണ്. ഈ പാതിരാവ് നമുക്ക് കൂട്ടായിട്ട് വരട്ടെ സഹോദരങ്ങളെ, ഇത് ഖബറിൽ നമുക്ക് കൂട്ടായിട്ട് വരട്ടെ. നാളെ കടന്നു പോകുന്ന ആ പാലത്തിൽ ചവിട്ടുന്ന കാൽ ചുവട്ടടികൾ നല്ല ഉറപ്പോടെ വെക്കാൻ പറ്റുന്നതാകട്ടെ. ഈ ഇൽമിന്റെ സദസ് വഖൂദുഹാ വഖൂദുഹാ. ആ നരകമുണ്ടല്ലോ, കത്തിക്കാളുന്ന ഭീകരമായ ഭീഭത്സമായ നരകം. ആ നരകാഗ്നിയാണ് പാലത്തിന്റെ താഴെയുള്ളത്. ആ നരകാഗ്നിയിലേക്ക് വീണു പോകുമോ എന്നുള്ള പേടിയാ, ആ നരകാഗ്നിയിലേക്ക് വീണു പോകുമോ എന്നുള്ള പേടിയാ. അവിടെ വീണുപോയാൽ ആര് കൈപിടിക്കാൻ? ഒരു കാമുകയും വരികയില്ല, ഒരു കാമുകൻ വരികയില്ല. നിന്നോടൊപ്പം അതാ വേൾഡ് കപ്പിന്റെ തലേ ദിവസം രാത്രിയിട്ട് ബിരിയാണി വെച്ച് വിളമ്പാൻ അവിടെ നിന്നോടൊരുമിച്ച് കൂടിയ ഒരാളും വന്ന് വരില്ലടാ. സ്ക്രീനിന്റെ മുമ്പിൽ മെസ്സിയുടെ അടി കാണാൻ, മെസ്സിയുടെ കിക്ക് കാണാൻ ഇരുന്നവർ ഒരാളും വരികയില്ല, ഒരു നടനും വരികയില്ല, ഒരു നടിയും വരികയില്ല, ഒരാളും വരികയില്ല. സഹോദരങ്ങളെ, ആ പാലത്തിൽ നമ്മുടെ അമലുകൾ, ആ അമലുകൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാ. ഇത് കഥയല്ല, സാങ്കല്പിക പരാമർശങ്ങളല്ല. ഇത് ലോകത്തിന്റെ അമ്പിളിച്ചെങ്കള് മാലോകരോട് വിളംബരം ചെയ്ത വചനാമൃതങ്ങളിൽ വചനാമൃതമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷാ ബിഹി, അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബിബിയോട് പറയുകയാ, വഇൻദസ്സിറാത്ത്. ആയിഷാ പാലം കടന്നു വരുമ്പോ, ആ പാലത്തിലേക്ക് കടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കരച്ചിൽ. ഏതുപ്പ? പാതിരാവിലെ പാടത്തും പറമ്പിലും പണിയെടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാതിരാവിലെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഉമ്മയോട് ചോദിക്കുന്നു, ഞാനും നിങ്ങളും എവിടെയെന്ന്. എവിടെ നമ്മുടെ കുഞ്ഞ്? എവിടെ നമ്മുടെ കുഞ്ഞ്? ഉമ്മ ചിരിച്ചുകൊണ്ട് തൊട്ടിലിൽ കിടന്നിറങ്ങുന്ന എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിക്കുമ്പോ ആ വിയർപ്പിന്റെ ഗന്ധം വിട്ടുമാറാത്ത കൈകൊണ്ട് തൊട്ടിലോടുകൂടി ആ പാതിരാ സമയത്ത് നമ്മളെ എടുത്തു പൊക്കുക, തൊട്ടിലിന്റെ തുണിയോടുകൂടി എടുത്തു പൊക്കുക. എന്നിട്ട് കവളിലല്ല, ആ കാലുകളിൽ, ആ ചോരമണക്കുന്ന കാലുകളിൽ മുത്തം കൊടുത്തുകൊണ്ട് നിറകണ്ണുകളോടെ സന്തോഷിച്ച് കടന്നുപോയ നമ്മുടെ ഉപ്പ. ആ ഉപ്പയെ കണ്ടാൽ ഒരു മകനും തിരിഞ്ഞു നോക്കൂല, ആ ഉപ്പയും ഒരു മകനെയും തിരിഞ്ഞു നോക്കൂല. ഒരു കരച്ചിലിനും അവിടെ സ്വാധീനമില്ല. എന്തെല്ലാം പ്രകമ്പനങ്ങൾ പരിസരത്തുണ്ടായിരുന്നാലും രക്ഷയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമാ നരകത്തിന്റെ വിഷയം. അല്ലാഹുവേ, ചിന്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടത്തിരിക്കുന്ന ഒരു ഹദീസ്, യുതാ ബി അൻഉമിൻ നാസ്. ദുനിയാവിന്റെ പരപ്പിലൂടെ സന്തോഷം മാത്രം പരിചയമുള്ള ആളുകൾ, അവര് ദുഃഖമെന്തെന്നറിഞ്ഞിട്ടില്ല. അവര് തറാവീഹിന്റെ 20 റക്അത്തിന്റെ എണ്ണം കുറച്ചവരാ. കാരണം നിൽക്കണമെങ്കിൽ പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, അവർക്കതിന്റെ ബുദ്ധിമുട്ട് അവരറിഞ്ഞിട്ടില്ല. 20 റക്അത്തിന്റെ പ്രയാസം അറിയാത്തവർ, അല്ലെങ്കിൽ നോമ്പിന്റെ ക്ഷീണമറിയാത്തവർ, അല്ലാഹുവിന്റെ ആരാധനയുടെ ത്യാഗമറിയാത്തവർ, ജീവിതത്തിന്റെ വൈതരണകളിലൂടെ സങ്കീർണതകളിലൂടെ പടച്ചവനിലേക്ക് അടുക്കുമ്പോ പലിശയാണ് അടുക്കരുത്, കല്ലാണ് കുടിക്കരുത്, തൊട്ടടുത്ത് പാപം പിടിക്കരുത്. ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ദൗർബല്യങ്ങളാ. അക്ഷമരായി പോകാൻ, ക്ഷമയില്ലാതെ മുന്നോട്ട് പോകാനും പാടില്ല. ക്ഷമിക്കുമ്പോ അതൊരു പ്രയാസമാ, ക്ഷമ ഒരു പ്രയാസമാ. വിശദീകരിക്കാൻ സമയമില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ 2-3 പോയിന്റിലേറെ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട്
പ്രയാസങ്ങൾ മനുഷ്യൻ സഹിക്കുമ്പോ ഇതൊരു ദുഃഖവും അറിയാത്ത മനുഷ്യൻ, ജീവിതത്തിലെ സന്തോഷം മാത്രം പരിചയമുള്ള ആള്, മഹാനവറുകൾ പറയുകയാ, അങ്ങനെ സന്തോഷം മാത്രം പരിചയമുള്ള ആളിനെ അതാ കുഫാറുകളിൽ സത്യനിഷേധകളിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഒരൊറ്റവട്ടം നരകത്തിലൊന്ന് മുക്കുക. മലക്കിനോട് പറയും, ദുനിയാവില് സന്തോഷത്തിന്റെ തുരുത്തന്വേഷിച്ചു പോയവർ, സന്തോഷത്തിന്റെ തുരുത്തന്വേഷിച്ചു പോയവർ, അവരെ ഒന്ന് പിടിക്ക്. ദുഃഖം എന്താണെന്നറിയാത്തവർ, വേദന എന്താണെന്നറിയാത്തവർ, അവരെ ഒന്ന് പിടിക്കുമലക്കെ. ഒരൊറ്റ മുക്കല്, 2 വട്ടം വേണ്ട, ഒരൊറ്റ മുക്കലൊന്ന് മുക്കിയൊന്ന് പൊക്കുക. എന്നിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുക. 1 വട്ടം നരകത്തിൽ മുക്കി പൊക്കിയെടുത്ത് അവരോടൊരു ചോദ്യം ചോദിക്കുക. എന്താണ് ആ ചോദ്യമെന്നറിയുമോ? ഹൽ റഅയ്ത നഈമൻ ഖത്തു. എന്തെങ്കിലും സന്തോഷം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സന്തോഷം നിന്റെ ജീവിതത്തിൽ നീ നുണഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സന്തോഷം? ലാ, ഒന്നും ഓർമ്മയില്ല. എല്ലാ സന്തോഷവും ഒരു നരകത്തിന്റെ മുക്കലിൽ മാഞ്ഞുപോയി, മറഞ്ഞുപോയി. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ! അതുപോലെ ജീവിതത്തിന്റെ വൈതരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആള്, ഞാൻ ഈ പറഞ്ഞതുപോലെ ത്യാഗത്തിന്റെ തുരുത്തിലൂടെ കടന്നുപോയ ആള്, ഒരുപാട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആള്, സഹോദരങ്ങളെ, പാതിരാവോളം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന ആള്, അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ദീനിനെ പലരാലും കാർന്നു തിന്നുമ്പോ, പല കഴുക കണ്ണുകളാലും ഞെരിഞ്ഞമരുമ്പോ, പല പ്രതിസന്ധികളിലും അകപ്പെടുമ്പോ അതിനെയെല്ലാം ചികഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പല്ലു കൊടുത്ത് പോറ്റിയെടുത്ത ഈ സുന്നത്ത് ജമാഅത്തിന് എന്റെ റൂഹുള്ളിടത്തോളം ഇല്ല. ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ എതിർത്താലും, ഏതൊക്കെ ബദ്ധവൈരികൾ മുന്നോട്ട് വന്നാലും ഇല്ല, എന്റെ റൂഹ് പോകും വരെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് ആത്മവിചാരത്തോടെ, വീണ്ടു വിചാരത്തോടെ, ആത്മീയ അവബോധത്തോടെ മുന്നോട്ട് വന്ന ആളുകൾ, പടച്ചവനെ കുറിച്ച് ചിന്തിച്ച് ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾ, വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആളുകൾ, അവരെ പരലോകത്ത് കൊണ്ടുവരുമ്പോ സഹോദരങ്ങളെ, മലക്കിനോട് പറയുകയാ, ഒരൊറ്റ മുക്കല് സ്വർഗത്തിലൊന്ന് മുക്കിപ്പൊക്കിയേ. ജീവിതത്തിലെ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ദുഃഖമല്ലാതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിനെ പരലോകത്തിൽ കൊണ്ടുവരുമ്പോ ഒരൊറ്റ മുക്കല് സ്വർഗത്തിലൊന്ന് മുക്കിപ്പൊക്കിയെടുക്കും. എന്നിട്ട് അയാളോടൊന്ന് ചോദിച്ചു നോക്ക്, ഹൽ റഅയ്ത ഹൽ റഅയ്ത ഹൽ റഅയ്ത ലറാ. ഒരു പ്രയാസം നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ പ്രയാസവും മറന്നുപോയി, എല്ലാ പ്രയാസവും മാഞ്ഞുപോയി. എന്റെ ജീവിതത്തിൽ സന്തോഷമല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, എത്ര തീവ്രതയാ, എത്ര തീവ്രതയാ, എത്ര തീവ്രതയാ! അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കാൻ എന്റെ മുഅ്മിനീങ്ങളെ തയ്യാറാകണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് കരയാനുള്ളത്, ഓർക്കാനുള്ളത് സീരിയലിന്റെ രംഗങ്ങളല്ല. ചിന്തിക്കാനുള്ളത്, ഓർത്തോർത്ത് കണ്ണീർ വാർക്കാനുള്ളത് സീരിയലിന്റെ രംഗങ്ങളല്ല. പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു വെച്ചിട്ടുള്ള നരകത്തിയെ കുറിച്ചാ ചിന്തിക്കാനുള്ളത്. നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ വാർഷിക മാസത്തിലാ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിന്റെ വാർഷിക മാസത്തിലാ നമ്മളുള്ളത്. ഈ റമളാനിൽ കടന്നു പോകുമ്പോ, ഈ റമളാനുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് പടച്ചവന്റെ നരകചിന്തകളെ ഒന്നോർത്തെടുക്കാൻ തയ്യാറായ ആളുകൾ എത്രയാ, ആളുകൾ എത്രയാ! അതാ ഒരു മഹാനായ മനുഷ്യൻ കടന്നു വരികയാ. എന്തിനാ ഞാനിത് പറയുന്നത്? നരകത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാനാ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം ഒറ്റക്കിരുന്നുകൊണ്ട്, ഏകനായി മൂകനായിരുന്നുകൊണ്ട്, പടച്ചവനെ, ഭീകരമായ നരകം, അല്ലാഹുവേയാ നരകം, അതിൽ നിന്ന് എന്നെ കാക്കണം എന്ന ആത്മാർത്ഥ ചിന്തയോടെ ഒരിറ്റ കണ്ണുനീര് വാർക്കാനാ ഞാൻ ഈ പറയുന്നത്. ഒരു മഹാനായ മനുഷ്യൻ നടന്നു വരികയാ. നോക്കുമ്പോ ഒരു കുട്ടിയെ കണ്ടുമുട്ടുകയാ. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ബക്കസബിയു, ആ കുട്ടി ഇങ്ങനെ നിലവിളിക്കുകയാ. പരിസരത്ത് മറ്റു കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവരോടൊപ്പം ക്രീഡയിൽ, കളിയിൽ ഏർപ്പെടാതെ ഈ കുട്ടി മാത്രം മാറി ഒറ്റക്ക് നിന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഈ ശൈഖ്
ശൈഖ് ചോദിക്കുന്നു, മാ യുബ്കീക യാ സബിയു, എന്തിനാണ് മോനെ നീ കരയുന്നത്, എന്തിനാണ് മോനെ നീ ദുഃഖിക്കുന്നത്? നിന്നെ അവർ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടാണോ? പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോകാം, അവരടുക്കലിനാ കൊണ്ടുപോകാം, അവരോടൊത്ത് ഞാൻ ചേർത്ത് തരാം, നീ വിഷമിക്കണ്ട, നീ കരയരുത്, നീ വിഷമിക്കരുതെന്ന് സഹോദരങ്ങളെ ആ കുട്ടിയോട് പറയുമ്പോ ചിന്തിക്കൂ മുഅ്മിനേ, ആ കുട്ടി പറയുകയാ, അല്ലയോ ശൈഖേ, ഞാനെന്റെ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടല്ല, ഖറഅത്തുൽ ഖുർആൻ, ഖറഅത്തുൽ ഖുർആൻ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു, ഞാൻ പടച്ചവന്റെ കലാം പാരായണം ചെയ്തു. വലിയ പ്രായമെത്താത്ത കുട്ടി, ആ കുട്ടിയുടെ നാവുകളിൽ നിന്ന് വരുന്ന വലിയ വിശാലമായ വചനാമൃതമാ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു. ഞാനങ്ങനെ ഓതി വരുമ്പോ ഹത്താ ജാഅത് ഹാദിഹിൽ ആയ, ഒരായത്തിന്റെ മുമ്പിലെത്തി. ഏതാണ് ആ ആയത്ത്? ഞാൻ ഓതി വരുമ്പോ എന്റെ കരച്ചിലിന്റെ കാരണം നിങ്ങൾ കേൾക്കൂ ശൈഖേ എന്ന് പറഞ്ഞ് ആ ചെറിയ കുട്ടി വിതുമ്പിക്കൊണ്ട് പറയുകയാ. ഞാൻ ഖുർആൻ ഓതി വരുമ്പോ ഞാനൊരായത്ത് എന്റെ ശ്രദ്ധയിൽ പെട്ടു. ആ ആയത്തിനെ ഓർത്തുകൊണ്ട, ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണേ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് പച്ച മനുഷ്യരും പാറക്കല്ലുകളുമാണ്. ഈ ഒരായത്തോതിയപ്പോ കുട്ടി പറയുകയാ, ഫഖിഫ്തു വയുൽഖിയനില്ലാഹു ഫിന്നാർ, ഫഖിഫ്തു വയുൽഖിയനില്ലാഹു ഫിന്നാർ. അല്ലാഹു എന്നെ നരകത്തിലിടുമോ, അല്ലാഹു എന്നെ നരകത്തിലിടുമോ? കുട്ടിയുടെ ചിന്ത. മുതിർന്ന ആളുകൾ, നമ്മൾ പ്രായമേറെ ചെന്നവർ, ഒരു തവണ അല്ലാഹു എന്നെ നരകത്തിലിടുമോ? സ്വർഗത്തിൽ പോകാൻ എമ്പാടും അമലെനിക്കില്ല, എന്റെ കയ്യിലുള്ളത് പാപങ്ങൾ. എന്നിട്ട് പോലും എന്തേ മുഅ്മിനേ, ഞാനും നിങ്ങളും ചിന്തിക്കുന്നില്ല, അല്ല എന്നെ നരകത്തിലിടുമോ, അല്ല എന്നെ നരകത്തിലിടുമോ? ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫഖിഫ്തു അൻ യുൽഖിയനില്ലാഹു ഫിന്നാർ, പടച്ചവൻ എന്നെ നരകത്തിലിടുമോ? ഞാൻ ഭയപ്പെട്ടു പോവുകയാ. ഫഖിഫ്തു അൻ യുൽഖിയനില്ലാഹു ഫിന്നാർ. ഉടൻ തന്നെ കാല ശൈഖു, ആ ശൈഖ് പറയുകയാ, ലാ തഖഫ് അന്ത സബിയുൻ, നീ കുട്ടിയല്ലേ, നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട. ലാ തഖഫ് അന്ത മഅ്സൂമുൻ ലാ തസ്തഹിഖിന്നാർ, നീ നരകത്തിൽ പെട്ടുപോവില്ല, നീ ചെറിയ പൊന്നുമോനാണ്, നീ നരകത്തിൽ പെട്ടുപോവില്ല, പാപത്തിന്റെ പ്രകൃതത്തോടടുക്കാത്ത ആളാണ് നീ, അതുകൊണ്ട് വിഷമിക്കല്ലേ മോനെ, ദുഃഖിക്കരുത്, സമാധാനിക്ക്, നീ ചെറിയ മോന, നീ ഭയപ്പെടണ്ട. ഇങ്ങനെ സമാധാന സമാശ്വാസ സ്വാന്തന വാക്കുകൾ പറഞ്ഞ് ആ കുട്ടിയെ സമാധാനപ്പെടുത്തുമ്പോ ആ കുട്ടി ഒരു മറു ചോദ്യം ചോദിച്ചു. സഹോദരങ്ങളെ, മരണം വരെ നമ്മൾ മറന്നു പോകരുത്, മരണം വരെ മറന്നു പോകരുത്. ആ കുട്ടി ചോദിച്ച മറു ചോദ്യം എന്താണെന്നറിയുവോ? ആ കുട്ടി തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അന്താക്കിൽ അന്താക്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ശൈഖേ, ഞാൻ ചെറിയ കുട്ടിയാ എന്ന് പറഞ്ഞെന്നെ സമാധാനിപ്പിക്കുമ്പോ, അലാ തറാ അലാ തറാ അന്നന്നാസ ഔഖദൂ നാറാ, ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിറകിന്റെ കൊള്ളികൾ കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ശൈഖേ? ആ കുട്ടിയുടെ ചോദ്യമാ സഹോദരങ്ങളെ. ജനങ്ങൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ലിഹാജത്തിഹിം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിറകിന്റെ കൊള്ളികൾ കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വലഉ അവ്വലൻ സിഗാറൽ ഹതബി, ആദ്യമായിട്ട് പെട്ടെന്ന് കത്തിക്കിട്ടാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുന്ന വിറകിന്റെ കൊള്ളികൾ വലിയ വിറകിന്റെ കൊള്ളികളല്ല, ചെറിയ വിറകിന്റെ കൊള്ളികളാ. ഞാൻ ചെറിയ കുട്ടിയാ, നരകത്തിൽ പോവില്ല എന്നെങ്ങനെ ഞാൻ സമാധാനിക്കും? ആളുകൾ വിറക് കത്തിക്കുമ്പോ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്നും വന്ന വലിയ ചോദ്യം, ഓരോ മനുഷ്യനെയും പിടിച്ചു കുലുക്കേണ്ട ചോദ്യം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവത്തോടെയാ നരകചിന്തയെ തൊട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതിൽ നിന്നും വന്ന ചോദ്യങ്ങളല്ലയോ. ആ കുഞ്ഞുമോൻ ചോദിക്കുക,
നിങ്ങൾ കാണുന്നില്ല ജനങ്ങൾ വിറകിന്റെ കൊള്ളികൾ കത്തിക്കുമ്പോ ആദ്യമായിട്ട് അവര് പെട്ടെന്ന് കത്തിക്കിട്ടാൻ വെക്കുന്ന കൊള്ളികൾ ചെറിയ വിറകിന്റെ കൊള്ളികളാ. സുമ്മ വദഉൽ കബീർ, പിന്നെയാണ് അവര് വലിയ വിറകിന്റെ കൊള്ളികൾ വെക്കുന്നത്, പിന്നെയാണ് അവര് വലിയ വിറകിന്റെ കൊള്ളികൾ വെക്കുന്നത്, പിന്നെയാണ് കത്തിക്കഴിയുമ്പോ വലിയ വിറകിന്റെ കൊള്ളികൾ വെക്കുന്നത്. ഈ ഒരു വർത്തമാനം കേട്ടപ്പോ ആ ശൈഖ് പൊട്ടിക്കരഞ്ഞു പോയി എന്ന് ചരിത്രം സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറെ ചിന്തിക്കാനില്ലയോ നരകത്തിനെ കുറിച്ച്, ആ നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച്, അതിന്റെ ചൂടിനെ കുറിച്ച്, അതിന്റെ ഭയവിഹ്വലതയെ കുറിച്ച് ചിന്തിക്കാനില്ലയോ? എത്ര നേരം ചിന്തിച്ചാലും തീരാത്ത കാര്യങ്ങളില്ലയോ? നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണ്ടയോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ, ഐനാൻ, രണ്ട് കണ്ണുകൾ. ആ കണ്ണുകളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലാ തമസ്സുഹുമുന്നാർ. ആ രണ്ട് കണ്ണുകൾ അത് നരകത്തിയിൽ പെട്ടുപോവുകയില്ല. നരകമോചനം വേണമോ ചിന്തിക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തിന്റെ തീ തൊടുകയില്ല എന്ന് പറഞ്ഞാൽ ആ രണ്ട് വിശേഷണമുള്ള കണ്ണുകളല്ല, ആ രണ്ട് വ്യക്തികളെ നരകത്തിയിൽ ഒരിക്കലും ചുടപ്പെടുകയില്ല. അവർ നരകമോചിതരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അതിലൊന്നാമത്തെ കണ്ണേതാ? ഐനുൻ ബക്കത്ത് ഫീ ജൗഫിൽ ലൈലി. ഐനുൻ ബക്കത്ത് ഫീ ജൗഫിൽ ലൈലി. ഇരുളടഞ്ഞ രാത്രിയില്, ഇരുൾ മുട്ടിയ രാത്രിയില് എല്ലാവരും ഉറങ്ങുമ്പോ രണ്ട് കണ്ണുകളും പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തി അല്ലാഹുവിനോടിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പടച്ചവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒന്ന് വിതുമ്പാൻ, ഒന്ന് ചുണ്ടുകളൊന്ന് വിറയ്ക്കാൻ, ഒന്ന് കണ്ണുകളൊന്ന് കണ്ണുനീര് കണ്ണുകളോടെ ആ കണ്ണൊന്ന് കലങ്ങിയ ഏതെങ്കിലും ഒരു രാത്രി നിനക്കുണ്ടോ? ഒരു മിനിറ്റുണ്ടോ? നിന്റെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടൊക്കെ കരഞ്ഞിട്ടുണ്ട്. ദുനിയാവ് നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞിട്ടുണ്ട്, വീട്ടിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായപ്പോ കരഞ്ഞിട്ടുണ്ട്, കച്ചവടം പൊട്ടിപ്പോയപ്പോ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്തിനാ കരഞ്ഞതെന്നറിയുവോ? വീട്ടിലൊരു മരണമുണ്ടായതിന്റെ പേരിലല്ല, കച്ചവടം പൊട്ടിപ്പോയത് കൊണ്ടല്ല, കാമുകൻ വിട്ടുപോയത് കൊണ്ടല്ല, ഏതെങ്കിലും ശാരീരിക വേദന കൊണ്ടല്ല, ദുനിയാവിലെ നഷ്ടക്കണക്കിന് ഓർത്തുകൊണ്ടല്ല, മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണ് നരകത്തിൽ പോവുകയില്ല. സഹോദരങ്ങളെ, രണ്ടാമത്തെ കണ്ണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വഅൈനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളച്ച കണ്ണുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളച്ച കണ്ണുകളുണ്ടല്ലോ. സഹോദരങ്ങളെ, ഫലസ്തീനിന്റെ, ഇറാഖിന്റെ, ലബനാനിന്റെ ഏതൊക്കെയോ മലമുടക്കുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഉറക്കമുളക്കുന്ന സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിൻ സഹോദരങ്ങൾക്ക് വേണ്ടി ഉറക്കമുളക്കുന്ന കണ്ണുകൾ, ബാത്തത്ത് അവരതാ ഉറക്കമുളക്കുകയാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ഉമ്മയും ഉപ്പയും അടുത്ത സ്ഫോടനം എന്റെ പിഞ്ചു മക്കളുടെ നെറുകയിലായിരിക്കുമോ? ഇന്നും ലോകം ഭീതിയിലൂടെ കടന്നു പോകുമ്പോ നല്ലൊരു വിഭാഗം മനുഷ്യരും വേദന വിട്ടുമാറാതെ നെട്ടോട്ടമോടുമ്പോ തരിശു ഭൂമിയാക്കിയിട്ടും ഇപ്പോഴും പൊട്ടിത്തെറികൾ കൊണ്ട് ലോകത്തെ മുഴുവനും, മാനവരാശിയെ മുഴുവനും അതിന്റെ സംസ്കാരത്തെയും സംസ്കൃതിയെയും തച്ചുടക്കുമ്പോ ഇതൊക്കെ എത്ര വലിയ വില കൊടുക്കേണ്ടി വരുന്നതാ സഹോദരങ്ങളെ. മാത്രമല്ല മറ്റൊരിടത്തും ഈ ഉറക്കമുളയ്ക്കുന്ന കണ്ണുകൾ, എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ, നിങ്ങൾ ക്ഷീണിതരാണ്, പക്ഷേ പടച്ചവനെ കുറിച്ച്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഉറക്കമുളക്കുന്ന കണ്ണുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളക്കുന്നവരാ. ആ
കണ്ണുകളുടെ ഉടമസ്ഥരും നരകത്തിൽ പോവുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 2 പോയിന്റ് കൂടി ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവിലെ ഈ അർദ്ധരാത്രിയിൽ മഗ്ഫിറത്തിന്റെ 10 പടച്ച തമ്പുരാന് നമുക്ക് മഗ്ഫിറത്ത് തരേണ്ട 10, നാം ചോദിച്ച് വാങ്ങേണ്ട 10, അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തേണ്ട 10. എവിടെയാ നമ്മുടെ രക്ഷാ കവചമെന്ന് നമുക്കറിയില്ല, എവിടെയാ നമ്മുടെ സമാധാന കവാടമെന്നറിയില്ല, എവിടെയാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തെന്നറിയില്ല. ഏത് സമയത്തിലൂടെ മിന്നി മറഞ്ഞു പോകുന്ന നമ്മുടെ ആമീനാണ് പടച്ചവന്റെ ദർബാറിൽ അംഗീകാരം കിട്ടുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് അല്പസമയം കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടൊന്ന് കേൾക്കണേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ ആലോചിക്കാൻ ചിന്തിക്കാൻ തയ്യാറായിക്കോ. നരകത്തെക്കുറിച്ച് കൂടുതലായി ആലോചിക്കാൻ. പടച്ചവനെ, ആ നരകം, അതിന്റെ ചൂട്, അതിന്റെ ആഴം, അതിന്റെ ഗൗരവം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. അതിന്റെ ചൂടിനെ കുറിച്ച് ഞാനൊരു ഒറ്റ പോയിന്റ് എന്ന് പറഞ്ഞു തരട്ടെയോ? ആ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ആ ഒരു ഉദാഹരണത്തിൽ നിന്നും അതിന്റെ ചൂട് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകും. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലോ, ഞങ്ങളെ നീ കാക്കണേ അല്ലോ, ഞങ്ങളെ നീ കാക്കണേ അല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകത്തിയിൽ കിടന്ന് വെന്തുരുകുന്ന ഒരാൾ, നരകത്തിന്റെ ചൂടിൽ കിടന്ന് വെന്തുരുകുന്ന ഒരാൾ അയാളെ ദുനിയാവിലുള്ളൊരു തീയിലേക്ക് അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ, നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന ചുട്ടുപൊള്ളുന്ന ഒരാൾ അയാളെ ദുനിയാവിന്റെ തീയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ദുനിയാവിന്റെ തീയുടെ ഏതെല്ലാം രൗദ്രഭാവങ്ങളാണ് നമുക്കറിയാവുന്നത്. ലാവയുണ്ടല്ലോ. വലിയ വലിയ സ്ഫോടനങ്ങളിലൂടെ പർവ്വതങ്ങൾ ഉരുകി ഒലിക്കുമ്പോ നമ്മൾ അത്ഭുതത്തോടെ, പേടിയോടെ പോലും അതിന്റെ വീഡിയോ പേടിയോടെ അല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. വലിയ വലിയ പർവ്വതങ്ങൾ ഉരുകി തീ ജ്വാലകളായി ഒഴുകുമ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, 700 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടും ചൂടിൽ തിളച്ചു മറിയുന്ന ആ ദുനിയാവിലെ ലാവ, ആ ലാവയിലേക്ക് ഒരു മനുഷ്യനെ എടുത്തിട്ട് കഴിഞ്ഞ നരകത്തിയിൽ നിന്നും ആ ദുനിയാവിന്റെ തീയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ, നരകത്തിയുടെ ചൂടിന്റെ കടുപ്പം കൊണ്ട് അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ദുനിയാവിലെ തീയുടെ സുഖം കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും മുഹമ്മദ് മുസ്തഫ. എന്തിനാ കൂടുതൽ? നരകത്തിന്റെ തീയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് ദുനിയാവിന്റെ തീയിലിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, പേടിക്കണ്ടേ മുഅ്മിനീങ്ങളെ, പേടിക്കണ്ടേ. ഒരു ദിവസം 21,600 ചിന്തകൾ, തോട്ട്സുകൾ ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ മിന്നിമറയുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം പെർ ഡേയിൽ ചിന്തിക്കുന്ന ചിന്തകളാ അതിന്റെ എണ്ണമാ ആധുനിക ശാസ്ത്രം പറയുന്നത്. 21,600 ചിന്തകൾ. ഞാൻ ചോദിക്കുന്നു, അതിലെത്ര ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരലോക സംബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു? അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അള്ളാഹുവിന്റെ ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നല്ലൊരു മരണം നമുക്ക് വേണം, നല്ലൊരു മരണം നമുക്ക് വേണം, നല്ലൊരു വിടപറയൽ നമുക്ക് വേണം. ഒന്നെങ്കിൽ ഖബർ സ്വർഗത്തോപ്പ്, അല്ലെങ്കിൽ ഖബർ നരകക്കുണ്ട്. ഏത് വേണമെന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്, അമൂല്യമായ സമയമാണ് നമ്മിൽ നിന്നും വിടപറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എവിടെ, എപ്പോൾ, എങ്ങനെ അള്ളാഹു വിളിച്ചാൽ പോകണം. നമുക്ക് എല്ലാം അറിയാം, നമ്മൾ എപ്പോഴും എത്രയോ മരണം പറയുന്നവരും കേൾക്കുന്നവരും ഒക്കെയാ. എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ, എപ്പോൾ, എങ്ങനെ. എന്റെ നാട്ടിലെ അടുത്ത് വല്ലാതെ വേദനിപ്പിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു മരണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ചേർത്ത് വായിക്കേണ്ട സമയ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലയോ ജനങ്ങളെ, ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ മരിക്കാനുള്ള ആളുകളാ. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല, അതിനുള്ള സമയം പോരാ. പക്ഷേ ഇതിന്റെ അവസാന സമയത്ത് ഞാനൊരു പോയിന്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാ. ലതമൂതുന്ന കമാ തനാമൂൻ,
ഒരു സയന്റിസ്റ്റിനെ പോലെ പ്രവാചകൻ സംസാരിക്കുകയാ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ മരിക്കാനുള്ളവരാ. ഉറങ്ങിക്കിടക്കുന്ന ആളും മരിച്ചു കിടക്കുന്ന ആളും ഒരാൾ ദൂരെ നിന്ന് നോക്കിയാൽ വലിയ വ്യത്യാസം തോന്നുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലതുബഅസുന്ന കമാ തസ്തയ്ഖിലൂൻ. വറക്കിൽ നിന്നും എപ്രകാരമാണോ എഴുന്നേൽക്കുന്നത് അപ്രകാരം നാളെ റബ്ബിന്റെ സവിധത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ളവരാ. സഹോദരങ്ങളെ, ഉറക്കത്തോട് മരണത്തെ സാമ്യപ്പെടുത്തുമ്പോ എന്റെ നാട്ടിൽ നിന്ന് അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ടിക്കറ്റ് എടുത്തു. ഏതാണ്ട് രണ്ടരയോ മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയാൽ രണ്ടരയോ മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലവാ. ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ ടിക്കറ്റ് എടുക്കുകയാ. സഹോദരങ്ങളെ, സന്തോഷത്തോടെ കടന്നു വന്നു. പക്ഷേ ട്രെയിൻ അവിടെ നിർത്തി. ചിന്തിക്കണേ, കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ നിർത്തുമ്പോ ആ ചെറുപ്പക്കാരൻ ഇറങ്ങിയില്ല. വണ്ടി പിന്നെയും മുമ്പോട്ട് പോയി, കായംകുളമെത്തി. അങ്ങനെ കടന്നുപോയി എറണാകുളത്തിലൂടെ തൃശ്ശൂര്, ഷൊർണൂര്, അതാ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, അവസാനത്തെ സ്റ്റോപ്പ് മംഗലാപുരം. ആ ട്രെയിനിന്റെ അവസാനത്തെ സ്റ്റോപ്പ് മംഗലാപുരത്തെത്തുമ്പോ അതിലുള്ള മുഴുവൻ ആളുകളും ഇറങ്ങിപ്പോകുമ്പോ അതിൽ ക്ലീൻ ചെയ്യാൻ ആളുകൾ കടന്നു വരുമ്പോ ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. ക്ലീൻ ചെയ്യാൻ ആളുകൾ കടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരിങ്ങനെ ചാരിക്കടന്ന് ഉറങ്ങുന്നത് പോലെ ഇരിക്കുക. തട്ടി വിളിച്ചു, എന്തുറക്കമാടാ മോനെ, എല്ലാവരും ഇറങ്ങിയല്ലോ, അവസാനത്തെ സ്റ്റോപ്പാണല്ലോ, ഇതെന്തിരുത്തമായി എഴുന്നേറ്റുപോ, ഇതെന്തിരുത്തമാടാ എഴുന്നേറ്റുപോടാ. വിളിക്കുമ്പോ ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ചെറുപ്പക്കാരന്റെ ചെറിയ യാത്രയിൽ വലിയ ഒരു യാത്ര നടത്തിപ്പോയി മുഅ്മിനീങ്ങളെ. കരുനാഗപ്പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകണം. കരുനാഗപ്പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അവിടെ ഇറങ്ങുമായിരുന്നു. കരുനാഗപ്പള്ളി 2.5 മണിക്കൂർ കൊണ്ട് ഓടിയാൽ എത്തുന്ന സ്ഥലം കരുനാഗപ്പള്ളി. അവിടെ എത്തുന്നതിന് മുമ്പ് റൂഹ് പിടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആളവിടെ ഇറങ്ങായിരുന്നു. അവിടെ ഇറങ്ങിയില്ല. പിന്നെ സഞ്ചരിച്ച് മുഴുവനും മയ്യത്താണ്. അടുത്തിരിക്കുന്ന ആളുകളെ ചിന്തിച്ചത് ഇയാൾ ഉറങ്ങുകയാണ്. അടുത്തിരിക്കുന്ന ആളുകൾ തിരക്കുള്ള ട്രെയിന് ചാരിക്കടക്കുമ്പോ ഈ മയ്യത്തിലേക്ക് ആളുകള് കൈയെടുത്ത് വെക്കുമ്പോ ചരിഞ്ഞ് ചേർന്നിരിക്കുമ്പോ അവരൊക്കെ ചിന്തിച്ചത് എന്തുറക്കമാണ് ഇയാള് വലിയ ഉറക്കക്കാരനാണ്. ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ നിങ്ങൾ മരിക്കാനുള്ളവരാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പകൽ മുഴുവനും രാത്രിയുടെ അല്പഭാഗം സഞ്ചരിച്ച് പ്രാവും അതാ പൊടിയും കാറ്റുമൊക്കെ അടിച്ച് വെയിലുമൊക്കെ അടിച്ച് ആ മയ്യത്ത് വല്ലാത്തൊരവസ്ഥയായി പോയി. അവസാനം വല്ലാത്ത ഗന്ധം വരാൻ തുടങ്ങി. നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഒരാളിനെയും മയ്യത്ത് കാണിക്കാൻ സാധ്യമല്ല, ഒരാളിനെയും മയ്യത്ത് കാണിക്കാൻ സാധ്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഒരാളിനെയും മയ്യത്ത് കാണിക്കാൻ സാധ്യമല്ല. വേഗം കബറുകൾ കൊത്തിക്കോ, വേഗം കബറുണ്ടാക്കിക്കോ. അങ്ങനെ എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ മയ്യത്ത് കൊണ്ടുവന്നു. പാതിരാവിൽ 2 മണി സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയെപ്പോലും ഒരു വട്ടം കാണിച്ചില്ല. പ്രിയപ്പെട്ട ഭാര്യയെ പോലും ആ മുഖമൊന്ന് കാണാൻ പറ്റാതെ ആ ഖബറിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യ, ഒന്ന് ആലോചിച്ചു നോക്ക് മനുഷ്യ. ഇത്രയുമുള്ളോ നമ്മുടെ കാര്യം? കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് ഈ സമയത്ത് ഏതെല്ലാമോ പള്ളിക്കാട്ടിൽ മണ്ണറകളിൽ കിടക്കുമ്പോ അടുത്ത റമദാനിൽ നമ്മളുണ്ടാകുമോ? ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം 1-ലധികം മരണ വീട്ടുകളിൽ ഞാൻ കടന്നുപോയി. റമദാൻ തുടങ്ങിയതിന് ശേഷം 3-4 എനിക്കടുത്ത് പരിചയമുള്ള മരണവാർത്തകൾ ഞാൻ അറിഞ്ഞു. 2 മരണ വീട്ടിലെ വരീതം കടന്നുപോയി. ഇനിയും റമദാൻ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ അറിയില്ല, പടച്ചവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റൂഹുകൾ എവിടെയൊക്കെ
ആരൊക്കെ നമുക്കറിയില്ല സഹോദരങ്ങളെ. ചിന്തിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ, നരകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ ഈമാനുള്ള കൽബുകൾക്ക് സമാധാനമുണ്ടോ? അവന് നിസ്കാരം ഖളാക്കാൻ പറ്റുമോ? അവന് റമദാനിന്റെ അമൂല്യമായ സമയങ്ങളെ അതടിച്ചു പൊളിച്ചു തീർക്കാൻ പറ്റുമോ? കണ്ണുകളെ നിയന്ത്രിക്കാത്തവൻ, കാതുകളെ നിയന്ത്രിക്കാത്തവൻ, നാവുകളെ നിയന്ത്രിക്കാത്തവൻ, മനസ്സിനെ പിടിച്ചു നിർത്താത്തവൻ, അവനെന്ത് നോമ്പ്, അവന് പട്ടിണി മാത്രം, അവന് ദാഹം മാത്രം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരങ്ങളെ, ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുകയാ. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് അടുത്ത് നിൽക്കണം. ഒരു ചെറിയ ദുആയിലേക്ക് കടക്കുകയാ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളെ, ഇത് വെള്ളിയാഴ്ച രാവല്ലയോ, ഇത് തിങ്കളാഴ്ച രാവല്ലയോ, ഇത് പുണ്യമായൊരു റമദാൻ മാസമല്ലയോ, ഇത് പരിശുദ്ധമായൊരു മഗ്ഫിറത്തിന്റെ പത്തല്ലയോ, ഇത് ജീവിതത്തിലെ അവസാനത്തെ സദസ്സായിരിക്കുമോ എനിക്കറിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല, സാധ്യമല്ല. അതുകൊണ്ട് പടച്ചവനോടൊന്ന് പശ്ചാത്തപിച്ച് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ സംഗമിച്ച ഈ സംഗമത്തിലൊരൽപ്പം ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ, പറഞ്ഞതും കേട്ടതും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും അനിഷ്ടം വന്നു പോയെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളിനെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ബിഹഖി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു സദസ്, മുഅ്മിനീങ്ങൾക്ക് ഇഖ്ലാസോടെ സംഗമിച്ച സദസ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സദസ്സിനോട് നമ്മളൊക്കെ പല നിലക്കും കടപ്പാടുള്ള ആളുകളാണ്. എന്തെങ്കിലും ഒരു വർക്കത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കും കാര്യം. സംഭാവനകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 25,000 10,000 ഒന്നും ചോദിക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും ചില്ലറയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ദ്വാരക്കാൻ, ഒരു പ്രസാദമായി മുമ്പിൽ വെച്ചിട്ട് ദ്വാരക്കാൻ. ഈ സദസ്സിൽ സഹോദരങ്ങളെ, ഒരു ചെറിയ ചില്ലറ പൈസ, 1,000 രൂപ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരാരെങ്കിലും കുറച്ചാളുകൾ നല്ലൊരു സദസ് ഇഖ്ലാസോടെ ചെയ്യും. എത്ര ഇരട്ടിയാണെന്ന് അല്ലാഹുവിന്റെ അടുക്കലേ അതിന്റെ എണ്ണം പറയാൻ പറ്റും. നരകത്തെക്കുറിച്ച് പറഞ്ഞ സദസ്. അൽഹംദുലില്ലാഹ്. അവിടെ കാണല്ലോ, ഒരാൾ പറയുന്ന ആൾ നിങ്ങൾ വരണ പറഞ്ഞാണെന്ന് അൽഹംദുലില്ലാഹ്. നിങ്ങളെ പേരണ നിസാറാണോ? നിങ്ങൾ കുറച്ച് പറയാം. ഇസ്ഹാഖ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരു വലിയ ഭാഗ്യമാണ് അല്ലാഹു പരീക്ഷണാർത്ഥം നമ്മുടെ അടുത്ത് തന്ന സമ്പത്ത്. അതിൽ നീ ഇൽമിന്റെ മജ്ലിസ് ഒരൽപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു ബാക്കിയുള്ള സമ്പത്തിലൊക്കെ നല്ല റാഹത്തും നല്ല ഇജ്ജത്തും വർദ്ധനവും ഹലാലായ നിലക്കുള്ള നല്ല മുന്നോക്കവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ആ സഹോദരനെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാഹു. ആ രണ്ടാമതൊരാൾ ചെറിയൊരു 1000 പറയാൻ പറ്റിയ ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ രണ്ടാമതൊരാൾ പറയാം. അല്ലാഹുവേ, ആരായിരുന്നാലും അവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. ലക്ഷങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ നീ പകരം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സുന്ദരമായ രാവിൽ ഏത് സഹോദരങ്ങളാണ് പറയുന്നത്, ആ സഹോദരങ്ങളുടെ മുഴുവൻ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാ. ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ടോ, മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവർക്ക് 2 വിദ്യാഭ്യാസത്തിനുള്ള നല്ല ഓർമ്മശക്തിയും നല്ല കൂർമ്മ ബുദ്ധിയും തന്റെ ഇടവും ഉത്സാഹവും കൊടുത്ത് കണ്ണിന് നല്ല കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. ബിഹഖി മുസ്തഫ മുഹമ്മദ്. രണ്ടാമതൊരു ചെറിയൊരു 1000 പറയാൻ പറ്റിയ ആളുകൾ ഇപ്പൊ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ആരാണ് 1000 500 ഒക്കെ പറയാൻ പറ്റിയ ആളുകൾ? അൽഹംദുലില്ലാഹ്. എത്രയാ? 1000 രൂപ. അൽഹംദുലില്ലാഹ്. പേരെന്താ?
ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് ഉറച്ചു പറഞ്ഞെങ്കിലും പിന്നെ എനിക്ക് കേൾക്കും. അൽഹംദുലില്ലാ. ആരാണ് സഹോദരങ്ങളെ മൂന്നാമതൊരായിരം പറയാം? മൂന്നാമതൊരാൾ രണ്ടാൾ പറഞ്ഞു. ഭാഗ്യമുള്ളവർക്കേ പറയാൻ പറ്റൂ, എല്ലാവർക്കും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. തിങ്കളാഴ്ച രാവാണ്. അൽഹംദുലില്ലാ. ദുആയ്ക്ക് മുമ്പ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ ആൾ. നല്ലൊരു സദസ്, മലക്കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള സദസ്. ആരാ മൂന്നാമതൊരു 1000 പറയാൻ? 1000 ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും 500? ഇൻഷാ അല്ലാഹ്. ആരാ ഉള്ളു? ആരാ പേര്? ആരാ പേര് പറഞ്ഞു? പുതിയ പേരുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ടെങ്കിലും തിരിയും. അപ്പുറം ഞാൻ കേട്ടെന്ന് തോന്നുന്നു. അങ്ങനല്ല, മക്രജ് മാറിപ്പോയാൽ അച്ഛന്മാർ അതുകൊണ്ടായി ചോദിക്കുന്നത്. കറക്റ്റ് കേട്ടിട്ട് പറയുന്നതിന്റെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ പേരുകളാണ്. അത് അവർക്ക് തീമാറാകട്ടെ. അബ്ഹാം മുഹമ്മദ്, അള്ളാഹു നല്ല ഫഹ്മ് കൊടുക്കട്ടെ, അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു നല്ല ഇസ്സത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. മൂന്നാമത് രണ്ടാളും കൂടെ പറയും. രണ്ടുപേരും കൂടെ ദുആയ്ക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് വരക്കും. അന്നേരം കാര്യമായ സംഭാവനകൾ കൊടുത്ത ആളുകളാണ്. അൽഹംദുലില്ലാ, ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട്. ആരാ? എല്ലാ ആളുകളും توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله. ഇൻഷാ അല്ലാഹ് ദുആ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സംഭാവനകളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് കടന്നു വന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാവരും നല്ല ഇഖ്ലാസോടെ അൽഹംദുലില്ലാ. നാളെ സമാപനം മഹാനായ ഖലീൽ തങ്ങൾ വരും. അൽഹംദുലില്ലാ, നമുക്കൊക്കെ സന്തോഷമാണ്. അല്ലാഹു നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ സ്വർഗം എന്ന വിഷയമാണ്. ഈ സ്വർഗം കേൾക്കുമ്പോ ഈ ഭയം അങ്ങ് തീർന്നു വരും. ഈ ഭയം എപ്പോഴും വേണം. അതിന്റെ മുകളിൽ നിൽക്കണം, താഴെ ഇതുവരാവും. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുത്താതെ ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയൊരു ദുആയിലേക്ക് കടക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതൃത്വം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ധാരാളം സഹോദരങ്ങൾ പല നിലക്കുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെറിയൊരു ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه سيدنا അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള തമ്പുരാനെ, നാഥനായ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഭീകരമായ നരകത്തെക്കുറിച്ചാണ് ഞങ്ങൾ അല്പം പറഞ്ഞിട്ടുള്ളത്. പ്രസവനെ, ആ നരകാഗ്നിയെക്കൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ നീക്കാക്കണം റഹ്മാനേ. ആ നരകത്തിൽ ആപതിച്ചു പോകുന്ന അപകടകരമായ പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണം റഹ്മാനേ. പ്രസവനെ, കൂടുതൽ ഭീതിയോടെ എപ്പോഴും നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, നിന്നെക്കുറിച്ച് ആലോചിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ വളരെ ചുരുക്കമാണ്. ഉള്ള അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകണം റഹ്മാനേ. പോരായ്മകൾ ധാരാളമുണ്ട്. പോരായ്മകൾ നീ പരിഹരിച്ചു നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പക്കലൊന്നുമില്ല. ഞങ്ങളാകെ പ്രതീക്ഷിക്കുന്ന നിന്റെ കാരുണ്യമാണ്, മഗ്ഫിറത്താണ്. ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളിനെയും പാപികളായി പടച്ചവനെ, ഞങ്ങളുടെ ഒരാളിന്റെയും റൂഹിനെ നീ കൊണ്ടുപോകല്ലേ അല്ലാഹ്.
പാപികളായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ നല്ല റാഹത്തുള്ള ജീവിതം, ഇസ്സത്തുള്ള ജീവിതം, നല്ല ഖൈറായ മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ ധാരാളം രോഗങ്ങളുള്ള ആളുകൾ, പടച്ചവനെ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്തെങ്കിലും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണം റഹ്മാനെ. ആരോഗ്യം നീ തന്നതാണ് പടച്ചവനെ. ആരോഗ്യം നിനക്ക് ധാരാളം എതിര് പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്നോ അതിനെ നിനക്ക് തിരിച്ചെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഇല്ലെങ്കിലും നിനക്ക് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ നിന്റെ കാരുണ്യത്താൽ പിന്നെയും പിന്നെയും ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, നന്ദിയുള്ള അടിമകളാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ പടച്ചവനെ ഞങ്ങളിൽ ഖലാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ശേഷി നീ തന്നില്ലെങ്കിൽ അതിന് നീ ശിഫാ നൽകണം അല്ലാ. പടച്ചവനെ, മുഴയുള്ളൊരു സഹോദരി, വയറ്റിലും മുഴയാണ്, പ്രത്യേകമായി ദുആ ചെയ്യണം. ഓപ്പറേഷനാണ് പടച്ചവനെ, നീ ശിഫാ നൽകണമല്ലോ. എന്റെ കുടുംബത്തിലും അല്ലാഹുവേ ക്യാൻസർ വന്നിട്ട് 2 ഓപ്പറേഷൻ കഴിഞ്ഞ പടച്ചവനെ, എന്റെ കുടുംബത്തിൽ എന്റെ ഉമ്മയുടെ ഒരു സഹോദരൻ, നീ ശിഫാ നൽകണമല്ലോ. ചെറിയ 3 മക്കളാണ്, പ്രാരാബ്ദങ്ങളുള്ള ആളാ. നീ ശിഫാ നൽകിയാൽ അവർക്ക് സന്തോഷമാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല അല്ലാ. പടച്ചവനെ, ക്യാൻസർ എന്ന മാരകമായ രോഗങ്ങൾ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും അതിന്റെ അണുക്കൾ നീ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നീ അതിനെ ദൂരീകരിക്കണേ അല്ലാ. ക്യാൻസർ വന്ന്, എയ്ഡ്സ് വന്ന്, മന്ത് വന്ന്, അങ്ങനെയുള്ള ഭീകരമായ രോഗങ്ങൾ വന്ന് പടച്ചവനെ ഞങ്ങളിങ്ങനെ തളർന്ന് കിടന്ന് പടച്ചവനെ നരകിക്കുന്നൊരു ദുരവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കണയല്ലോ. അല്ലാഹുവേ, പല ആളുകളുടെയും സ്വപ്നം ഒരു ചെറിയ വീട് വേണം. അല്ലാ, അതിനുവേണ്ടി ദുആരക്കാൻ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. ഒരു ഖൈറായ ഭവനം നൽകണം റഹ്മാനെ. പണി നടക്കുന്ന വീടുകളുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണമല്ലോ. ഉള്ള ഭവനങ്ങളിൽ ബർക്കത്ത് നൽകണമല്ലോ. പടച്ചവനെ, മക്കളില്ലാത്തവർ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടും കൽബിലൊരു സമാധാനവും സന്തോഷവും ഇല്ല. 10-15 വർഷമായ ധാരാളം ദമ്പതിമാർ ഈ വിനീതനോട് തന്നെ ഒരുപാട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നീ അവർക്ക് നല്ല സൽസന്താനങ്ങളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ നല്ല കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. അവരെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നൊരവസ്ഥ ഈ ലോകത്തും പരലോകത്തിലും നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സും വജസ്സും നീ ഒന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നീ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മുഖ്ലിസീങ്ങളായ ഉലമാക്കൾക്കും പടച്ചവനെ, അവരേത് സംഘടനക്കാരാകട്ടെ, ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യുന്നവരാണോ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. വിശിഷ്യ അഹ്ലു സുന്നയുടെ ആഗോള ശബ്ദം പ്രായം മറന്ന് പടച്ചവനെ കടൽപദങ്ങളിലൂടെ ശത്രുക്കളെ പുഞ്ചിരി കൊണ്ട് അതാ പരാജയപ്പെടുത്തി സമുദായത്തിന് വേണ്ടി, യതീമുകൾക്ക് വേണ്ടി, മുത്തഅല്ലിമുകൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി പടച്ചവനെ അക്ഷീണം അഹോരാത്രം കഷ്ടപ്പെടും മഹാനായ ഖമറുൽ ഉലമാ. പടച്ചവനെ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഹിമ്മത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഇനിയും ധാരാളം ഉന്നതങ്ങളിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, കൻസുൽ ഉലമ രോഗിയാണ്, നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ.
പടച്ചവനെ അല്ലാഹുവേ റഈസുൽ ഉലമാ സിറാജുൽ ഉലമാ ധാരാളം ആലിമീങ്ങളുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനേ. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയി നികത്താൻ പറ്റാത്ത വിടവ് തന്നുപോയ മഹാനായ താജുൽ ഉലമ ഖബറുദീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നൂറുൽ ഉലമ ഖബറിലാണ്, നെല്ലിക്കുത്ത് ഉസ്താദ് ഖബറിലാണ്, കുണ്ടൂർ ഉസ്താദ് ഖബറിലാണ്, ഉച്ചവനെ വൈലത്തൂര് ബാബ ഉസ്താദ് ഖബറിലാണ്, ധാരാളം അലിമീങ്ങൾ ഖബറിലാണ്. ഈ അടുത്ത് തന്നെ തൊട്ടടുത്ത ദിവസത്തിൽ മരണപ്പെട്ടുപോയ ഇവിടുത്തെ വലിയ കാര്യപ്പെട്ട ഒരു ഉസ്താദ് അവറുകൾ പടച്ചവനെ അല്ലാഹു അവർക്കിടെ ഖബറിലൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ അവർക്ക് ആശ്വാസം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജയിലറകളിൽ അകപ്പെട്ടുപോയ പലരുമുണ്ട്. പടച്ചവനെ പ്രഭാഷണ കേരളത്തിന് മറക്കാൻ പറ്റാത്ത ശബ്ദം അബ്ദുൽ നാസർ മഅദനിക്ക് നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ ഒട്ടനവധി രോഗങ്ങളാണ്, പൂർണ്ണമായ ദീർഘായുസ്, പൂർണ്ണമായ ശിഫാ നൽകി ദീർഘായുസ് നൽകണേ അല്ലാ. പൂർണ്ണമോചനത്തോടെ പൂർണ്ണ ശിഫായോടെ കടന്നു വന്ന് ദീർഘനാള് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളോടൊപ്പം ചേർന്ന് നിന്ന് സമാധാനപൂർണമായി ഖിദ്മ ചെയ്യാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പടച്ചവനെ അല്ലാഹുവേ പ്രവാസികളായ സഹോദരങ്ങൾ, പടച്ചവനെ ഒരു പ്രഭാഷണമുണ്ടെന്നറിയുമ്പോ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉസ്താദേ ലൈവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ധാരാളം സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള നാടുകളിൽ നിന്ന് പടച്ചവനെ ഈ വിനീതന്റെ ശബ്ദം ശ്രവിച്ച ധാരാളം പ്രവാസികൾ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ. പടച്ചവനെ സൗദിയിൽ പോലും അതാ ചെറിയ മൊബൈൽ ഷോപ്പുകളിൽ പോലും സ്വദേശിവൽക്കരണം വന്നിട്ട് പടച്ചവനെ വാങ്ങിക്കൊണ്ടുപോയ കടം പോലും വീട്ടാത്ത പാവപ്പെട്ട പ്രവാസി മക്കൾ വിതുമ്പുകയാണ്. പടച്ചവനെ അവർക്ക് നല്ല തുറസ് നൽകണം റഹ്മാനെ. അവർക്ക് സമാധാനം നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണം അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا ارحمهما كما ربونا صغارا رب زدنا علما نافعا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാ ആളുകളും കടന്നു വരും, ഒരാൾ പോലും പോരും, എല്ലാവരും വരും.